നമസ്കാരം. ന്യൂസ് ടെൻസിലേക്ക് വീണ്ടും സ്വാഗതം. വന്യജീവികൾ കൊലയാളികളായി മാറുമ്പോൾ പൊലിയുന്നത് സാധാരണക്കാരുടെ വിലപ്പെട്ട ജീവനുകളാണ്. കാടിറങ്ങുന്ന വന്യത ചോര ചിന്തുമ്പോൾ എന്തുകൊണ്ടാണ് ഭരണകൂടവും വനം വകുപ്പും കൈകെട്ടി നിൽക്കുന്നവരാകുന്നത്? വയനാട് മാനന്തവാടി പയ്യമ്പള്ളിയിൽ മധ്യവയസ്കനെ കൊലപ്പെടുത്തിയ കാട്ടാന ബേലൂർ മഖ്നയെ പിടികൂടാനുള്ള ദൗത്യം രണ്ടാം ദിനത്തിലാണ് ഇന്നലെ ആനയെ മയക്കുവെടി വെച്ച് പിടികൂടാൻ ദൗത്യസംഘം ശ്രമം നടത്തി. പക്ഷേ അതിന് സാധിച്ചിരുന്നില്ല. വൈകിട്ടോടെ ആന കർണാടക കാട്ടിനുള്ളിലേക്ക് കയറിയതോടെ സിഗ്നലും ലഭിക്കാതെയായി. ഇതോടെ ദൗത്യം തന്നെ താൽക്കാലികമായി അവസാനിപ്പിച്ച് ദൗത്യസംഘത്തിന് മടങ്ങേണ്ടതായി വന്നു. ആളെക്കൊല്ലി മോഴയാനയുടെ സാന്നിധ്യമുള്ളതിനാൽ ജനങ്ങൾ അനാവശ്യമായി പുറത്തിറങ്ങരുതെന്ന് തിരുനെല്ലി പഞ്ചായത്തിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുമുണ്ട്. ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ മുടക്കില്ലാതെ വരികയാണ്. പക്ഷേ ഈ വിപത്തുകൾ, ഇതേ അധ്യായങ്ങൾ എത്ര തവണയാണ് ആവർത്തിക്കുന്നത് കേരളത്തിൽ? വന്യജീവി ശല്യം പ്രതിരോധിക്കണം, ആവാസ വ്യവസ്ഥയെ തകരാതെ സംരക്ഷിക്കുകയും വേണം. ഈ ബാലൻസിംഗ് എന്തുകൊണ്ടാണ് നടപ്പാകാത്തത്? ആരാണ് കുറ്റക്കാർ? ന്യൂസ് ടെൻസ് പരിശോധിക്കുന്നത് ഓപ്പറേഷൻ ബേലൂർ മഖ്നയുടെ രണ്ടാം ദൗത്യദിനമാണ്. ഒപ്പം പരിസ്ഥിതി ഗവേഷകരും വന്യജീവി ശല്യ പ്രതിരോധ സമിതിയും ഇരുവശങ്ങളിൽ നിന്നുമായി ചേരുന്നു. സ്വാഗതം ഒരിക്കൽ കൂടി. ഓപ്പറേഷൻ ബേലൂർ മഖ്നയുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് ഏത് രീതിയിലാണെന്ന് നോക്കിയാൽ ആന നിൽക്കുന്ന പ്രദേശം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ട്രാക്കിംഗ് വിദഗ്ധരാണ് ആനയെ ട്രാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത്. മണ്ണുണ്ടി മേഖലയിലാണ് ആന നിലയുറപ്പിച്ചിരിക്കുന്നത് എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. ഈ സാഹചര്യം അനുകൂലമായാൽ മയക്കുവെടി വെക്കാനാണ് തീരുമാനം. വളരെ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ആനയെ ട്രാക്ക് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ആന അതിവേഗത്തിൽ നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും MS അനീഷ് കുമാർ വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നു. അനീഷ്, ഇന്നലെ ദൗത്യസംഘത്തിന് ദൗത്യം തുടരാനായില്ല. ട്രാക്ക് ചെയ്യാൻ ഉള്ള വെല്ലുവിളി വലിയ ശക്തമായി ഉയർന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്താണ്? ആ ഒരു പ്രതീക്ഷ സംഘത്തിനുണ്ടോ? അപർണ, ആ ആശ്വാസം മാറിയിരിക്കുന്നു എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ കാട്ടിൽ നിന്നും ലഭിക്കുന്ന വിവരം. കാരണം രാവിലെ ആനയുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ അധികൃതർക്ക് കഴിഞ്ഞിരുന്നു. മണ്ണുണ്ടി ഭാഗത്ത് ഈ വലിയ പുഴയുടെ അടുത്തായിരുന്നു, ഏതാണ്ട് ഇന്നലെ കണ്ട ആ സ്ഥലത്ത് ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അവിടെ ഒന്നും ലൊക്കേഷൻ ആന മാറിയിരിക്കുന്നു. ഇപ്പോൾ ഏത് ഭാഗത്താണ് എന്ന് കൃത്യമായി അധികൃതർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഏതാണ്ടൊരു തത്വത്തിൽ ആ ഭാഗത്താണ് എന്ന് ധാരണയുണ്ടെങ്കിൽ പോലും കൃത്യമായ ദിശ ഇപ്പോൾ കാണാൻ കഴിയുന്നില്ല. ഈ ഉദ്യോഗസ്ഥരുടെ ദൃശ്യപരിധിക്ക് അപ്പുറത്ത് ആന ഓടി മറിഞ്ഞിരിക്കുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത്. അങ്ങേയറ്റം നിരാശാജനകമായ ഒരു വിവരം തന്നെയാണ് കാട്ടിൽ നിന്നും വരുന്നത്. കാരണം ഉദ്യോഗസ്ഥരുടെ റഡാറിനപ്പുറത്തേക്ക് ആന പോയിരിക്കുന്നു. അവർക്ക് ഇനിയും ആനയെ തെരഞ്ഞു പോവേണ്ട ഒരു സാഹചര്യം, അതായത് റേഡിയോ കോളർ സിഗ്നലുകൾ എവിടെ നിന്ന് ലഭിക്കും എന്നത് സംബന്ധിച്ച ഒരു പരിശോധന വീണ്ടും നടത്തി ആ സ്ഥലം കണ്ടെത്തി ദൗത്യസംഘത്തെ പൂർണ്ണമായും അങ്ങോട്ട് കേന്ദ്രീകരിപ്പിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. നിലവിൽ ആനയെ ഉദ്യോഗസ്ഥർക്ക് കാണാൻ കഴിയുന്നില്ല. ശരവേഗത്തിലാണ് ആന കാട്ടിനുള്ളിലൂടെ കുതിച്ചു പായുന്നത് എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആനയെ കണ്ടുകിട്ടാനോ അല്ലെങ്കിൽ ഒരു നിശ്ചിത സ്ഥലത്ത് ആന നിലയുറപ്പിച്ചാൽ മാത്രമേ മയക്കുവെടി വെക്കാൻ കഴിയുകയുമുള്ളൂ. ഇപ്പോൾ ഏതാണ്ട് 3 കിലോമീറ്റർ അകത്തേക്കാണ്, കാട്ടിൽ നിന്നും അകത്തേക്ക് ആന പോയിരിക്കുകയാണ്. എന്തായാലും അവിടെ വെച്ച് മയക്കുവെടി വെക്കാൻ കഴിഞ്ഞാലും പുറത്തേക്ക് എത്തിക്കുക അങ്ങേയറ്റം ദുഷ്കരമായ ഒരു ദൗത്യമാണ്. അതുകൊണ്ട് മയക്കുവെടി വെച്ച് വേഗം വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകാൻ കഴിയുന്ന ഒരിടത്തേക്ക് കൊണ്ടുവരാനുള്ള നീക്കമാണ്, അത്തരമൊരു സ്ഥലത്തേക്ക് തുരത്തിക്കൊണ്ടുവരാനുള്ളൊരു നീക്കമാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇന്നലെ ആ നീക്കം ഏതാണ്ട് ഫലവത്തായി വന്നതാണ്. പക്ഷേ ഉദ്യോഗസ്ഥർ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് അല്ല ആന എത്തിയത്, മറുവശത്ത് ജനവാസ മേഖലയുടെ അടുത്തുള്ള ഇടത്താണ് എത്തിയത്. അതുകൊണ്ട് തന്നെ ഈ കുങ്കിയാനകൾ പിന്നീട് തുരത്തിയപ്പോൾ പെട്ടെന്ന് അവിടെ നിന്നും ആന രക്ഷപ്പെട്ട് മറ്റൊരിടത്തേക്ക് പോവുകയായിരുന്നു. അതിനുശേഷം ഈ പൊന്തക്കാടുകൾക്കും മറ്റും ഇടയിലാണ് പലപ്പോഴും ആന നിലയുറപ്പിക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ വെടിവെക്കാനുള്ള ഒരു കൃത്യമായൊരു ദിശ ലഭിക്കാത്ത സാഹചര്യത്തിൽ 3 തവണ ഇന്നലെ ഈ മയക്കുവെടി വെക്കാൻ നാട്ടുകാർ, ഈ ഉദ്യോഗസ്ഥർ ശ്രമിക്കുകയും ചെയ്തു. എന്തായാലും ആ ശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. നാട്ടുകാരൊക്കെ അങ്ങേയറ്റം നിരാശരാണ്. കാരണം ഇന്നലെ അത്രയും നേരം ദൗത്യം ചെയ്തിട്ടും ആനയെ പിടികൂടാൻ കഴിഞ്ഞില്ല. രാത്രിയിൽ ദൗത്യം അവസാനിപ്പിച്ച് ഉദ്യോഗസ്ഥർ മടങ്ങാനൊരുങ്ങിയപ്പോൾ വലിയ പ്രതിഷേധം നടന്ന ആ സ്ഥലം കൂടിയാണ്. ഇവിടെ ഇപ്പോഴും ആളുകളൊക്കെ വന്നിരിപ്പുണ്ട്. നമുക്ക് വേണമെങ്കിൽ അവരോടൊന്ന് ചോദിക്കാം അവരുടെ ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ആശ
ആശങ്ക. കാരണം 2 ദിവസമായി ഇതേ മണ്ണുണ്ടി മേഖലയിൽ തന്നെയാണ് ആന ചുറ്റിത്തിരിയുന്നത്. അതായത് അനീഷ് പറയുന്ന പോലെ തന്നെ നമുക്ക് നാട്ടുകാരെന്ത് പറയുന്നു എന്നുള്ളത് കൂടി നമുക്ക് കേൾക്കണം. വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ ആനയെ പിടിച്ചേക്കും, ആനയെ ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള ആ രാവിലത്തെ പ്രതീക്ഷ തന്നെ നശിച്ച സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും കൂടുതൽ അഗ്രസീവ് ആകാനുള്ള ഒരു സാധ്യത നാട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങളിൽ ഏത് രീതിയിലാണത് അനീഷ് ചോദിക്കാം? രാവിലെ ആനയെ ഏതാണ്ട് മണ്ണുണ്ടി ഭാഗത്ത് കണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പം ഉദ്യോഗസ്ഥരുടെ കാഴ്ചയിൽ നിന്നും ആന രക്ഷപ്പെട്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഇന്നലത്തെ അവസ്ഥയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുകയാണ്? മണ്ണുണ്ടി ഭാഗത്ത് കണ്ടെന്ന് പറഞ്ഞ് ഡിപ്പാർട്ട്മെന്റുകാർ അങ്ങനെയാണോ പറഞ്ഞേക്കുന്നത്? ഇപ്പം പോയി നേരത്തെ ട്രാക്ക് ചെയ്തിരുന്നു. അതല്ല, ഇനി അത് ഭാഗത്തുണ്ടോന്ന് അറിയില്ല, നമുക്കറിയത്തില്ലല്ലോ. പ്രതീക്ഷയുണ്ടോ എന്തെങ്കിലും അതിനെ കിട്ടുമെന്ന്? പ്രതീക്ഷിക്കണമല്ലോ, അതെന്ന് വെച്ചാൽ ഡിപ്പാർട്ട്മെന്റ് ചെയ്യേണ്ട കാര്യങ്ങളല്ല ഇതൊക്കെ. എന്തോന്നേട്ടാ ഒരു ആശങ്ക ഉണ്ടോ ഈ ആന വീണ്ടും നിങ്ങളുടെ ഭാഗത്ത്? നമുക്ക് പേടിയാണ് ആന വന്ന് കയറി കഴിഞ്ഞാൽ ഒന്ന് കാട്ടിലേക്ക് പോകാനോ അല്ലെങ്കിൽ പുറത്തേക്ക് പോകാൻ കഴിയുന്നില്ല. രാത്രിയും വെളുപ്പിനെയൊക്കെയാണ് ഏറ്റവും വലിയ പ്രശ്നം. അതെ, ആളുകൾക്ക് ആ പ്രതീക്ഷ പോയിരിക്കുന്നു. അതിന്റെ ഒരു നിരാശ അവരുടെ പ്രതികരണങ്ങളിലും നമുക്ക് പ്രകടമാണ്. കാരണം 2 ദിവസമായി തുടരുന്ന ദൗത്യം ഇത്രയും നേരം എത്തിയിട്ടും ആനയെ കണ്ടെത്തുന്നു, പിന്നീട് ആന വീണ്ടും രക്ഷപ്പെടുന്നു, വീണ്ടും കണ്ടെത്തുന്നു, രക്ഷപ്പെടുന്നു. ഈ രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇപ്പോൾ എന്തായാലും അങ്ങേയറ്റം നിരാശാജനകമായ വാർത്ത തന്നെ. ഉദ്യോഗസ്ഥരുടെ ദൃശ്യപരിധിയിൽ നിന്നും ഒപ്പം അവർക്ക് മയക്കൊടി വെക്കാൻ പറ്റുന്ന ഒരു സാധ്യതയിൽ നിന്നും ആന മാറിപ്പോയിരിക്കുന്നു എന്ന വിവരം തന്നെയാണ് നമുക്ക് നൽകാൻ കഴിയുന്നത്. അനീഷ്, പ്രധാനപ്പെട്ട ഏതെല്ലാം സംഘങ്ങളാണ് ഇപ്പോൾ ഉള്ളത്? ട്രാക്കിംഗ് വിദഗ്ധരൊപ്പം RRT സംഘങ്ങളെല്ലാം ഉണ്ടെന്ന് അറിയുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട ഏതെല്ലാം സംഘങ്ങൾ സംയുക്തമായിട്ട് കൂടിയാണ് നടത്തുന്നത് തെരച്ചിൽ? RRTയുടെ 2 ടീം ഇതിനകം തന്നെ കാട്ടിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. ഇനിയും 2 ടീം കൂടെ വരും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ RRT സംഘങ്ങളുടെ എണ്ണം കൂടിയാലും ആനയെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ആനയുടെ ദിശ കൃത്യമായി കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ നടക്കാത്ത അവസ്ഥയിലേക്ക് പോകും. സർക്കാരിന്റെ എല്ലാ വകുപ്പുകളും, പ്രത്യേകിച്ച് റവന്യൂ, വനം, പോലീസ് തുടങ്ങിയ ഭാഗങ്ങളിലുള്ള എല്ലാ ആളുകളും ഇപ്പോൾ കാട്ടിലുണ്ട്. ഇന്നലെ രാത്രി പൂർണ്ണസമയം പട്രോളിംഗ് നടത്തിയിരുന്നെന്നും പറയുന്നുണ്ട്. ആന ഇപ്പോൾ ആനയെ കാണുന്നില്ലെന്നാണ് പറയുന്നത്. രാവിലെ ഒരു ഡയറക്ഷൻ അവർക്ക് കിട്ടിയിരുന്നു. ഇപ്പോൾ വീണ്ടും അത് പോയിരിക്കുന്നു. അത് ചെമ്പകപ്പാറ സ്ഥലത്താണ് നിലവിൽ ഒരു സിഗ്നൽ അവർക്ക് ലഭിച്ചത്. അവിടെ ഇപ്പോൾ 4 ബറ്റാലിയൻ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. ഇതിൽ കൂടെ 1 ബറ്റാലിയൻ പോകുമെന്ന് പറയുന്നു. അങ്ങനെ 4 സെക്ഷൻ അവിടുന്ന് 1 സെക്ഷൻ ഇവിടുന്ന്, അങ്ങനെയാണ് അവർ തീരുമാനിച്ചു വരുന്നത്. കണ്ടുമുട്ടാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു ഏരിയയാണ് അത്. അവിടെ നമുക്കറിയുന്ന സ്ഥലമാണ്. ഉൾക്കാട്ടിലേക്ക് പോകാനുള്ള സാധ്യത ഇപ്പോഴും പോകുന്നില്ല. അത് പുഴ കടന്ന് അക്കരെ കയറി കഴിഞ്ഞാൽ പിന്നെ കർണാടക ബോർഡറിൽ അത് പിടിച്ചളയും. പിന്നെ അതിന് നമുക്ക് കിട്ടില്ല. പക്ഷേ 2 ദിവസമായിട്ടും ഈ പുഴ കടക്കാതെ ഈ ഭാഗത്തോടെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ചെമ്പകപ്പാറിന്റെ അവിടുന്ന് കിട്ടുവാണെങ്കിൽ അതിന് നല്ല ഒരു സൈറ്റാണ് അവിടെ. ഇവിടെ പക്ഷെ ബുദ്ധിമുട്ടാണല്ലേ? ഇവിടെ ബുദ്ധിമുട്ടാണ്. ഇങ്ങോട്ടേക്ക് വന്നാൽ കുഴപ്പമില്ല. നേരെ മറിച്ച് പുഴ അപ്പുറത്തൊരു പുഴയുണ്ട്. ആ പുഴ കടന്നാൽ പിന്നെ കർണാടകയിലേക്ക് അത് കയറാൻ 3-3.5 കിലോമീറ്റർ കർണാടകത്തിൽ അത്രയേ ഉള്ളൂ. 3.5 കിലോമീറ്റർ ഇല്ല. ചെമ്മക്ക് പറയുന്ന ഒരു 1.5 കിലോമീറ്റർ ഒറ്റേ ഉള്ളൂ. ഇവിടുന്ന് 3-3.5 കിലോമീറ്റർ ഉണ്ട്. ഇവിടുന്ന് 3.5 കിലോമീറ്റർ ഉണ്ടാവും. ഇന്നലെ രാത്രി ഇവിടെ അടുത്ത തോട്ടങ്ങളിലൊക്കെ ആന വന്നിട്ടുണ്ട്. പക്ഷെ അത് ഈ ആന തന്നെയാണെന്നുള്ളതിനെ പറ്റി ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ആനയുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലുള്ള ആന ഇങ്ങനെ അക്രമകാരിയല്ല. ഈ ആന വെച്ചാല് അക്രമകാരിയായിട്ടാണ് തോന്നുന്നത്. ഒരു മേഖലയിൽ ഒരാളെ കൊന്നുകഴിഞ്ഞാൽ പിന്നെ അതിൽ തന്നെ കുറച്ച് ദിവസം കറങ്ങും അങ്ങനെ ഉണ്ട്. അങ്ങനെ പറയുന്നേക്കാം. കാരണന്മാരെല്ലാം അങ്ങനെ പറയുന്നുണ്ട്. ഇതിനെപ്പറ്റി വ്യക്തമായിട്ട് നമുക്കറിയില്ല. അങ്ങനെ ഉണ്ട് എന്നാ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇവിടെ തന്നെ കറങ്ങുന്നത്, അല്ലെങ്കിൽ കാട്ടിലേക്ക് പോകേണ്ട സമയം. ഇത് ഈ ഏരിയ തന്നെ കറങ്ങി കളിക്കുന്നത് അതുകൊണ്ടാണ്. ഒരു 3 ദിവസം വരെ അവിടെ തന്നെ ആ ലൊക്കേഷൻ തന്നെ നിൽക്കുന്ന പറയുന്നത്. ഇനി ഒരു ദിവസം കൂടെ ഒന്നും കൂടെ പിടിക്കണം. അങ്ങനെ തന്നെ 1 ദിവസം കൂടി ഉണ്ടെന്ന് പറയുന്നത്. പക്ഷെ എന്തായാലും ഇതിനെ ഒന്ന് പിടിച്ചുകൊണ്ട് പോയാൽ പിന്നെ നിങ്ങൾക്ക് കുറച്ചൊരു സമാധാനം ഉണ്ട്. അതന്നെയാണ് നാട്ടുകാരുടെ ആവശ്യവും. അതിനെ മയക്ക് വെടി വെക്കുക, മയക്ക് വെടി വെച്ചിട്ട് അതിനെ യഥാർത്ഥ സ്ഥാനത്ത് കൊണ്ടുപോകുക. പിന്നെ അല്ലെങ്കിൽ പിന്നെ ഒരു ബദൽ മാർഗം എന്തായാലും ഇതിന് കാണണം. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ കിടന്നുറങ്ങാൻ പറ്റൂലല്ലോ. ചെറിയ കുഞ്ഞുങ്ങളുണ്ട്, കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് വിടാൻ പേടിയാവും. നമുക്കാണെങ്കിൽ സുരക്ഷിതമായി ജോലിക്ക് പോയിട്ട് വരുമ്പോൾ ചിലപ്പോൾ രാത്രി നടന്നു വരുന്നവരുണ്ടാവും വാഹനം ലഭിക്കാതെ. അപ്പം അങ്ങനെയുള്ള അവസ്ഥകളിൽ തീർച്ചയായിട്ടും അതിനെ പിടിച്ചേ പറ്റുള്ളൂ.
അപർണ, ഇങ്ങനെയാണ് ആളുകളുടെ ഒരു പ്രതികരണം. കാരണം ഈ കാടാണ്, വയനാട് മേഖലയിൽ ഏതാണ്ട് എല്ലാ സ്ഥലങ്ങളിലും കാട്ടാന ശല്യമുണ്ട്. പക്ഷേ ഈ നാട്ടിൽ സ്ഥിരമായി എത്തുന്ന ആനകൾ ഇത്രമേൽ അപകടകാരികളായി മാറാറില്ല. കൃഷിയിടങ്ങളും മറ്റുമൊക്കെ നശിപ്പിച്ച് മടങ്ങാറാണ്. പലപ്പോഴും അപൂർവമായാണ് ആളുകളെ കൊല്ലുന്നത്. പക്ഷേ ഇത്തരത്തിൽ വരുന്ന ഒറ്റയാന്മാർ വലിയ നാശമാണ് വരുത്തുക. അല്ലെങ്കിൽ ഈ ഒരു കൊല നടത്തിയ ശേഷം 3 ദിവസമെങ്കിലും ഈ ഭാഗത്ത് തന്നെ ആന ഉണ്ടാകുമെന്നാണ് ഇവരുടെ പൂർവ്വകാലത്തുള്ള അനുഭവം, പരിചയം ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇനി ഒരു ദിവസം കൂടി നിർണായകമാണ്. പക്ഷേ ആന ഉൾക്കാട്ടിലേക്ക് കയറിപ്പോകുന്നുമില്ല. ഉൾക്കാട്ടിലേക്ക് ആന കയറിപ്പോയാൽ അത് ഇതിനേക്കാൾ വലിയ അപകടകര അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീക്കും എന്നാണ് പറയുന്നത്. എത്രയും പെട്ടെന്ന് ഈ ആനയെ മയക്കോടി വെച്ച് പിടികൂടും എന്ന പ്രതീക്ഷയാണ് ഇപ്പോഴും നാട്ടുകാർക്കുള്ളത്. അനീഷ്, ഒരു കാര്യം കൂടെ, ഉൾക്കാട്ടിലേക്ക് കയറി കർണാടക അതിർത്തിയിലേക്കാണ് കടക്കുന്നതെങ്കിൽ മയക്കുവെടി വെക്കുകയില്ല എന്നുള്ളൊരു നിലപാട് കർണാടകത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനുള്ളൊരു സാധ്യതയാണോ ഉള്ളത്? ഉൾക്കാട്ടിലേക്ക് കയറി പോവുകയാണെങ്കിൽ വീണ്ടും ആന ഏതെങ്കിലും സമയത്ത് തിരിച്ചു വരാനുള്ള ഒരു സാധ്യത ബാക്കി നിൽക്കുകയാണ്. അങ്ങനെ ഒരു ആശങ്കയായിരിക്കും ബാക്കി വരിക, അല്ലേ? തീർച്ചയായും പറഞ്ഞ, ഉൾക്കാട്ടിലേക്ക് കയറിക്കഴിഞ്ഞാൽ പിന്നീട് കർണാടക വനം വകുപ്പ് വെടിവെക്കില്ല എന്നത് തീർത്ത് പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ ശല്യക്കാരായ ആനകൾ ഈ ജനവാസ കേന്ദ്രങ്ങളിൽ നാശമുണ്ടാക്കിയാൽ അല്ലെങ്കിൽ ആളുകളുടെ ജീവന് ഭീഷണിയായി മാറിയാൽ മാത്രമാണ് മയക്കോടി വെക്കേണ്ടതുള്ളത്. ഇവിടെ അത്തരം ഒരു ഭീഷണിയുണ്ട്. പക്ഷേ കർണാടകത്തിലെ ഉൾവനത്തിലേക്ക് കയറിയാൽ അതൊരു ഭീഷണിയായി കണക്കാനാവില്ലെന്നാണ് ഇതിനകം തന്നെ കർണാടക സർക്കാർ അല്ലെങ്കിൽ കർണാടക വനംവകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ നാട്ടുകാരുടെ ഉറക്കം കെടുത്തുന്ന ആനയായി ഇത് മാറുമെന്ന കാര്യം ഉറപ്പാണ്. കാരണം ഉൾക്കാട്ടിലേക്ക് പോയാലും അത് അതിൻ്റെ ഒരു സഞ്ചാര പഥം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഈ വഴിയാണ്. അതുകൊണ്ട് വീണ്ടും ഇവിടേക്ക് തന്നെ തിരിച്ചു വരാനുള്ളൊരു സാധ്യത നമുക്കറിയാം. ഈ അരിക്കൊമ്പനിലൊക്കെ നമ്മളിത് കണ്ടതാണ്. കാരണം ഒരു സ്ഥലത്ത് കട തകർത്താൽ ആ മേഖലയിൽ തന്നെ വീണ്ടും വീണ്ടും വരികയും അരി അപഹരിച്ചുകൊണ്ട് പോകുന്ന രീതിയിലൊക്കെ ആയിരുന്നു അതിൻ്റെ പ്രവർത്തനങ്ങൾ. ഈ പടയപ്പ എന്ന ആനയ്ക്ക് മാട്ടുപ്പെട്ടി പരിസര പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ടൊരു പ്രത്യേക ഇടമുണ്ട്. ഇത്തരത്തിൽ ഈ പതിവായി ശല്യം ചെയ്യുന്ന ഇടങ്ങൾ, ആ സ്ഥലങ്ങളിലേക്ക് തന്നെ വീണ്ടും ആനകൾ മടങ്ങിയെത്തുന്ന പതിവുണ്ട്. ഇവിടെയും ഏതാണ്ട് ഈ ഒരു മേഖലയിൽ ഈ അജി മരിച്ച അതിന് സമീപമുള്ള പ്രദേശങ്ങൾ, ഒപ്പം ഈ പടമല ഭാഗം, ഈ ചെമ്പപ്പാറ മേഖല, മണ്ണുണ്ടി മേഖല, ഇത്തരം 3 ഇടങ്ങളിലായാണ് കഴിഞ്ഞ 2 ദിവസമായി ആന ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉൾക്കാട്ടിലേക്ക് പോയാലും വീണ്ടും തിരിച്ച് ഇവിടേക്ക് തന്നെ വരാനുള്ള ഒരു സാധ്യതയാണ്. അങ്ങനെയെങ്കിൽ ജനങ്ങളുടെ സ്വൈര്യ ജീവിതം അങ്ങേയറ്റം തടസ്സപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഭീതിജനകമായി മുന്നോട്ട് നീങ്ങുന്ന ഒരു സാഹചര്യമാവും സൃഷ്ടിക്കപ്പെടുക. റൈറ്റ് അനീഷ്, ഞാൻ തിരികെ എത്താം. കൂടുതൽ വിവരങ്ങൾ അപ്പോൾ അനീഷിന് ലഭ്യമാകുമെന്നുള്ള ഒരു പ്രതീക്ഷ കൂടിയുണ്ട്. വന്യമൃഗശല്യ പ്രതിരോധ സമിതിയുടെ ശ്രീ TC ജോസഫ് കാട്ടിക്കുളം നമുക്കൊപ്പമുണ്ട്. ഒപ്പം വന്യജീവി ഗവേഷകൻ അശ്വിൻ വടകരയും നമുക്കൊപ്പം ചേരുന്നു. അവരിലേക്ക് കടക്കുന്നതിന് മുമ്പ് വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംഷാദ് മരക്കാറും നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ഷംഷാദ് മരക്കാർ, ഇന്നലെ ദൗത്യം മുടങ്ങുന്നു, അതുകൊണ്ട് ദൗത്യ സംഘത്തിന് തിരികെ പോകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു. ഇന്ന് വീണ്ടും ദൗത്യം തുടങ്ങുമ്പോൾ രാവിലെ അതിലൊരു പ്രതീക്ഷയായിരുന്നു ആനയെ ട്രാക്ക് ചെയ്യാൻ കഴിയുന്നുള്ളൊരു പ്രതീക്ഷ. പക്ഷേ അത് മുടങ്ങിയിരിക്കുന്നു. വീണ്ടും ആനയെ ട്രാക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യത്തിലേക്ക് പോകുന്നു എന്നുള്ള വലിയ വെല്ലുവിളി ഓപ്പറേഷൻ ബേലൂർ മക്ന ഉയർത്തുന്നുണ്ട് എന്നുള്ളൊരു വിലയിരുത്തലാണോ ഉള്ളത് ഇപ്പോൾ? ഈ ആനയുമായി ബന്ധപ്പെട്ട് ബേലൂർ മക്ന വലിയ രീതിയിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഒന്നാമത് ആന ഭയപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ മൂവ്മെന്റ് വളരെ സ്പീഡാണ്. നമുക്ക് ട്രാക്ക് ചെയ്ത് വരുമ്പോഴേക്കും സ്ഥലം മാറിക്കൊണ്ടിരിക്കുന്നു. അതിനോടൊപ്പം ഇന്നലെ നമ്മൾ ട്രാക്ക് ചെയ്ത് അതിനടുത്ത് എത്തുമ്പോൾ കുങ്കി ആനകളുടെ സാന്നിധ്യം തിരിച്ചറിയുകയും അത് തിരിച്ചറിഞ്ഞതിന് ശേഷം സ്ഥലങ്ങൾ മാറി മാറി പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പക്ഷെ നമുക്കതിനെ ട്രാക്ക് ചെയ്യാൻ പറ്റുമെന്നും ട്രാക്ക് ചെയ്താലും മയക്കുവെടി വെക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് വെച്ച് ഇത് ചെയ്യാൻ പറ്റുന്നുള്ള സാഹചര്യമുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ മയക്കുവെടി വെച്ചതിന് ശേഷമാണ് കുങ്കിയാനകളുടെ കൂടെ സഹായത്തോടു കൂടി ആനയെ അവിടെ നിന്ന് മാറ്റാറ്. പക്ഷെ ഈ ദൗത്യത്തിൽ നമ്മൾ ആദ്യം തന്നെ കുങ്കിയാനകളെ ഉപയോഗിക്കുന്നത് ഇതൊരു അത്ര സേഫായി നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ള ധാരണയില്ല. ഒത്തിരി അപകടകരമായ രീതിയിലാണ് ആനയുടെ ഒരു ബിഹേവിയർ ഉള്ളത്. അത് ചിലപ്പോൾ ഭയം കൊണ്ടായിരിക്കാം. ഇന്നലെ മുതലുള്ള ഈ പിന്തുടർച്ചകൾ അറിയുന്നുണ്ടാവാം, കുങ്കിയാനകളുടെ സാന്നിധ്യം അറിയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് കുറച്ച് കഠിനമാണ്. പക്ഷെ എന്നാലും നമുക്കതിനെ ട്രാക്ക് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് 2 മണിക്കൂറിന് അടുപ്പിച്ചൊക്കെയാണ് ഈ സിഗ്നൽസ് കിട്ടുന്നത്. സിഗ്നൽ കിട്ടി നമ്മളൊരു 300 മീറ്റർ റേഡിയസിൽ എത്തിയാലാണ് ഒരു എക്സാക്ട് ലൊക്കേഷൻ നമുക്ക് കിട്ടുന്നുള്ളൂ. പക്ഷെ നമ്മൾ അവിടെ എത്തുമ്പോഴേക്ക് ആന മൂവ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ നിലവിലുണ്ടാവുന്നത്. ആന ഉൾക്കാട്ടിലേക്ക് കയറാനുള്ള ഒരു സാധ്യത ഉണ്ടെങ്കിൽ അതുകൂടി ഭയപ്പെടുന്നുണ്ടോ ഈ സമയത്ത്? അങ്ങനെയാണെങ്കിൽ പൂർണ്ണമായും ഈ തെരച്ചിൽ പ്രതിസന്ധിയിലാകുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോകില്ലേ?
നമ്മൾ ആന ഈ ഉൾക്കാട്ടിലേക്ക് കയറി പോയാലുള്ള ഒരു പ്രതിസന്ധി, ആശങ്ക ഒരിക്കലും അകലുന്നില്ല എന്നുള്ളതാണ്. കാരണം ആനയെ അവിടെ നിന്ന് വെടിവെച്ചു കൊല്ലണമെന്നാണ് നാട്ടുകാർ നിരന്തരം ആവശ്യപ്പെടുന്നത്. അതിന്റെ സാങ്കേതികത്വം നമുക്കറിയാം. പക്ഷേ ആനയെ മയക്കുവെടി വെച്ച് പിടിച്ച് നമുക്ക് അവിടെ നിന്ന് മാറ്റി മുത്തങ്ങ ക്യാമ്പിലേക്ക് മാറ്റിയാൽ മാത്രമേ ഇതിന്റെ ഒരു ആശങ്ക നമുക്ക് പരിഹരിക്കാൻ കഴിയുള്ളൂ. ആന സ്വാഭാവികമായി വനത്തിലേക്ക് കയറി പോകുന്ന ആനകളുണ്ട്, നമ്മൾ കയറ്റിവിടുന്ന ആനകളുമുണ്ട്. പക്ഷെ ഒരാളെ കൊന്നതിന് ശേഷം ഒരു ആനയെ നമ്മൾ കാടിലേക്ക് പോവുകയോ കാട് കയറ്റുകയോ ചെയ്താൽ അത് ഏത് സമയത്തും തിരിച്ചു വരുമെന്നുള്ളൊരു ആശങ്ക ആ ഒരു പ്രദേശത്ത് കഠിനമായി നിലനിൽക്കും. അത് നമുക്ക് അവിടുത്തെ ജനങ്ങളുടെയും ആളുകളുടെയും എല്ലാം ഈ ആശങ്കയ്ക്കൊപ്പം നിൽക്കാനേ നമുക്ക് നിവൃത്തിയുള്ളൂ. അപ്പോൾ ആനയെ എന്ത് കാരണവശാലും നമ്മൾ കാട് കയറുന്നതിന് മുമ്പ് മയക്കുവെടി വെച്ച് മാറ്റിയാൽ മാത്രമേ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. പക്ഷെ നമ്മളിപ്പോ കഴിഞ്ഞ മാസം നമ്മൾ പനമരത്ത് 7 ആനകൾ വന്നു. അവിടെ കുറച്ച് നമ്മുടെ കൃഷികളെല്ലാം നശിപ്പിച്ചു എന്നുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷെ അവരെ കാട് കയറ്റി വിട്ടതോടുകൂടി ജനങ്ങൾക്ക് വലിയ പ്രയാസമൊന്നുമില്ല. കാരണം ഒന്ന് ആക്രമിക്കപ്പെട്ടിട്ടില്ല, മനുഷ്യർക്ക് നേരെ വന്നിട്ടില്ല. കുറച്ച് നമ്മളുടെ വിളകൾ നശിപ്പിച്ചെങ്കിലും ഫോറസ്റ്റും നാട്ടുകാരും എല്ലാവരും കൂടി തന്നെയാണ് ആനയെ കാട് കയറി. പക്ഷെ അത് അത്ര മതി. പക്ഷെ ഇതിലൊരാളെ കൊന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ ഏത് സമയത്ത് തിരിച്ചിറങ്ങുമെന്ന് ഞങ്ങൾക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റുമെന്നുള്ളൊരു ചോദ്യം ജനം അവിടെ ചോദിക്കുന്നുണ്ട്. അതിനു മുമ്പിലാണ് ഈ പ്രതിസന്ധി ഉണ്ടാവുന്നത്. ഓക്കെ, റൈറ്റ്. ഞാൻ തിരികെ എത്താം. ദയവായി ഒന്ന് തുടരാം ശ്രീ ഷംഷാദ് മരക്കാർ. ഏത് രീതിയിൽ ഭരണകൂടം ഫേസ് ചെയ്യുന്ന ഒരു വെല്ലുവിളി ഇതിനകത്ത് വരുമ്പോൾ ശ്രീ TC ജോസഫ്, ഇതാദ്യമായിട്ടല്ല, രണ്ടാമതല്ല, മൂന്നാമതല്ല, ഈ രീതിയിൽ വലിയ രീതിയിൽ ജീവന് ജീവിതത്തിന് ഒക്കെ പ്രതിസന്ധിയാകുന്ന രീതിയിൽ വന്യജീവി ശല്യം കടുക്കുമ്പോൾ ഇത്തവണ ഈ ദൗത്യം തന്നെ വലിയ വെല്ലുവിളിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ്. നിങ്ങളത് എത്രത്തോളം ആശങ്കയോടെയാണ് കാണുന്നത്? ഇത് വളരെ ഭയത്തോടെയാണ് ഞങ്ങൾ നോക്കിക്കാണുന്നത്. ഹലോ, പറഞ്ഞോളൂ, കേൾക്കാം. ശ്രീ TC ജോസഫ് പറയുന്നത് കേൾക്കാം. വളരെ ആശങ്കയോടെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്, നിങ്ങൾ നോക്കിക്കാണുന്നത് എന്ന് പറഞ്ഞത് ക്ലിയർ ആണ്. പറഞ്ഞോളൂ. കഴിഞ്ഞ 41 വർഷത്തിനടക്കം 153 ആളെയാണ് അജു കൊല്ലുന്നത്. അത് നമ്മൾ മനസ്സിലാക്കപ്പെടണം. ഞങ്ങളിത് ഒരുപാട് കണ്ട ആൾക്കാരാണ്. ഇതിനെ കയ്യിൽ കിട്ടിയ കള്ളനെ വിട്ടിട്ട് രണ്ടാമത് കള്ളന്റെ പുറകെ പോകുന്ന അവസ്ഥയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. കാരണം അജയെ കൊന്ന അന്ന് ഒരു പകൽ മുഴുവനും ആന പടമലക്കുന്നിന് മുകളിൽ ഉണ്ടായിരുന്നു. അതതിനെ മറ്റു സ്ഥലത്തേക്ക് മാറ്റി മയക്കൂടി വെക്കാൻ നമുക്ക് കഴിയാണ്ട് പോയി എന്നുള്ളതാണ്. അതിന്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ഉത്തരവിന് വൈകി എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് ഈ ഉത്തരവ് എന്ന് പറയുന്നത്. ചീഫ് ഫൈനലി വാർഡനിലാണ് ഈ ഉത്തരവ് കൊടുക്കേണ്ടത്. ഒരിക്കലും അയാൾ കൃത്യസമയത്ത് ഉത്തരവ് അദ്ദേഹം കൊടുക്കാറില്ല. അങ്ങനെ തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം തണ്ണീർക്കൊമ്പന്റെ വിഷയം വന്നത്. 7 മണിക്ക് നഗരമധ്യത്തിലെത്തിയ ആനയെ വെടിവെക്കാൻ 3 മണിക്കാണ് ഉത്തരവ് കൊടുക്കുന്നത്. അത് മുഖ്യമന്ത്രി ശക്തമായി ഇടപെട്ടതിന്റെ ഭാഗമാണ്. ഇതും ഉത്തരവ് വരുമ്പോൾ 3 മണിയായി. 5 മണി കഴിഞ്ഞ് അതിന് വെടിവെക്കാൻ വേണ്ടി കഴിയില്ല. അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഈ ആന വെടിവെക്കാൻ കിട്ടില്ല, രാത്രിയിൽ ആന കാട്ടിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ ആനയോട് സഞ്ചരിച്ചാണ് മണ്ണുണ്ടി വനത്തിലെത്തിയിരിക്കുന്നത്. 60 വർഷമായി ഈ വനമേഖല ഈ പ്രദേശം ശരിക്കും അറിയാതെ ഞാൻ ഇന്നലെ കുറച്ച് ദിവസം പറഞ്ഞ് ആന ഇനി വെടിവെക്കാൻ കിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. കാരണം എന്ന് പറഞ്ഞാൽ ഈ ആന കർണാടക കേരള വനത്തിന്റെ അതിർത്തിയിലാണുള്ളത്. ഞാൻ ആനയുടെ ആ വിഷയത്തിലേക്ക് കടക്കുമ്പോൾ വളരെ താങ്കൾ ഉന്നയിച്ച ആദ്യ ഒരു പ്രശ്നമുണ്ടല്ലോ, അതിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്ത് ചോദിക്കൊള്ളട്ടെ. ഉത്തരവുകൾ വൈകുന്നു, അതുകൊണ്ട് തന്നെ കൃത്യസമയത്ത് മയക്കുവെടി വെക്കാനോ കൃത്യസമയത്ത് തെരച്ചിൽ തുടങ്ങാനോ കഴിയുന്നില്ല. ഉത്തരവ് വൈകുന്നത് അതൊരു സ്ഥിരം കാഴ്ചയാണോ? തണ്ണീർക്കൊമ്പന്റെ വിഷയത്തിനകത്തും അതാണ് സംഭവിച്ചത് എന്ന് പറഞ്ഞു. രാഷ്ട്രീയ പ്രഷർ ഉണ്ടാകുക, സ്വാധീനം ചെലുത്തേണ്ടി വരിക, ജനങ്ങളുടെ പ്രതിഷേധം വരിക, ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചാൽ മാത്രമേ വളരെ പെട്ടെന്ന് ഒരു ഉത്തരവിലേക്കൊക്കെ കടക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉള്ളൂ. അതാണോ പറഞ്ഞു വരുന്നത്? തീർച്ചയായിട്ടും അത് തന്നെയാണ് പറഞ്ഞു വരുന്നത്. കാരണം അതില് ഉത്തരവ് വൈകുന്നു എന്നുള്ളതിനാണ് ഏറ്റവും പ്രധാന കാരണം. ഈ വിഷയങ്ങളൊക്കെ അനുഭവിക്കുന്ന ഇവിടെ നേരിട്ട് കാണുന്നത് DFO മുതൽ താഴേക്കുള്ള ആൾക്കാരാണ്. ആ താഴേക്കുള്ള ആൾക്കാരാണ് ഈ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നതും ഒക്കെ തന്നെ. മുകളിലിരിക്കുന്നവര് തിരുവനന്തപുരം ലെവലിരിക്കുന്ന ആൾക്കാർ ഈ അനുഭവങ്ങൾ മനസ്സിലാക്കുന്നില്ല, കാണുന്നില്ല. അപ്പൊ ആയതുകൊണ്ട് ഉത്തരവ് വൈകുന്നു എന്നുള്ള ഏറ്റവും വലിയ പ്രധാന കാരണമാണ്. എനിക്കിതിൽ പറയാനുള്ളത്, ഇത്തരം സന്നിഗ്ധ ഘട്ടത്തിൽ തീരുമാനമെടുക്കേണ്ടത് ജില്ലാ കളക്ടറും പോലീസ് ഓഫീസറും വയനാട് ജില്ലാ പോലീസ് മേധാവിയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും കൂടി എടുക്കുന്ന ഒരു തീരുമാനമായിരിക്കണം നടപ്പാക്കുന്നത്. ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിക്കുന്ന നിയമം എന്നുള്ളത് മാറ്റണം. വന നിയമങ്ങൾ കാലാനുസൃതമായി മാറ്റി എഴുതുന്ന സമയം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതിനെ എനിക്ക് അതേ സംബന്ധിച്ച് പറയാനുള്ളത്.
ഓക്കെ, കാരണം ഇത് നാളെ ഞാനൊന്ന് ഇടപെട്ട് ഞാൻ താങ്കളിലേക്ക് തിരികെ വരാം. ശ്രീ ഷംഷാദ് മരക്കാർ, ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് വന്യജീവി നിയമങ്ങളുടെ സാങ്കേതികത്വം, അതിന്റെ ആശയക്കുഴപ്പങ്ങൾ, അതെല്ലാം ആ കോംപ്ലിക്കേഷൻസ് എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ചോദിക്കുന്നു. കാലാനുസൃതമായി ഇത് മാറ്റേണ്ട ആവശ്യം പലതവണ ചോദിച്ചതാണ്. പക്ഷേ ഉത്തരവ് വരുമ്പോൾ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഭാഗത്ത് നിന്ന് ഉത്തരവുകൾ വരുന്നത് ഈ സമയപരിധി എല്ലാം കടന്നുകൊണ്ടാണ്. അപ്പോൾ പിന്നെ കൃത്യസമയത്ത് തെരച്ചിലേക്ക് കടക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വരുന്നു, ജനങ്ങൾ ബലിയാടാകുന്നു. ഇത് നിങ്ങൾ അത് അംഗീകരിക്കുന്നുണ്ടോ, ആ ഒരു വാദത്തെ? ഈ വാദത്ത് നമ്മൾ ഒരുപാട് തവണ നമ്മൾ ഇത് പറഞ്ഞതാണ്. ജോസേട്ടൻ പറഞ്ഞത് വളരെ യാഥാർത്ഥ്യമാണ്. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ ഈ അജിയെ ആക്രമിച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം പടമല എന്ന് പറയുന്ന സ്ഥലത്ത് അജിയെ ആക്രമിച്ച വീടിന്റെ മുകളിൽ കുന്നിന്റെ മേലെ ആന നിലവിലുണ്ട്. അവിടെ നിന്ന് നമ്മൾ എത്രയോ മണിക്കൂറുകൾ കഴിഞ്ഞ് 3 മണിയോട് അടുപ്പിച്ചിട്ടാണ് മയക്കുവെടി വെക്കാനുള്ള ഒരു ഉത്തരവ് നമുക്ക് ലഭിച്ചത്. ആ ഉത്തരവ് ലഭിച്ച് നമ്മൾ അതിന്റെ ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പോകുമ്പോഴേക്കും ഏകദേശം 5 മണി എടുക്കും. 5 മണി ആയി കഴിഞ്ഞാൽ ഈ ആനയെ നമുക്ക് വെടിവെക്കാൻ പറ്റില്ല. തണ്ണീർക്കൊമ്പന്റെ കാര്യത്തിലും നമുക്ക് സംഭവിച്ചതാണ്. 8 മണിയോടുകൂടി 8:30യോടുകൂടി മാനന്തവാടി ടൗണിലെത്തിയ തണ്ണീർക്കൊമ്പനെ വെടിവെക്കാൻ നമുക്ക് ഉത്തരവ് കിട്ടുന്നത് വളരെ വൈകിയാണ്. പിന്നെ അതിൽ കോൺട്രവേഴ്സി ഉണ്ടായി, ആ സമയത്ത് വെച്ചതും അതുമായി ബന്ധപ്പെട്ടുള്ളത്. ഇവിടെ നടക്കുന്നത് DFO മുതൽ താഴെയുള്ളവർക്ക് ഇതിനെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. പക്ഷെ ഒരു തരത്തിലുള്ള കോർഡിനേഷനും ഈ കാര്യങ്ങളിലില്ല. ഏത് സമയത്തും ഉത്തരവിന് വേണ്ടിയിട്ട് നിരന്തരം സമരം ചെയ്യേണ്ട ഒരു സാഹചര്യമാണ്. അത് ആനയുടെ കാര്യത്തിൽ മാത്രമല്ല, പ്രജീഷിനെ കൊന്ന കടുവയുടെ കാര്യത്തിൽ പോസ്റ്റ്മോർട്ടത്തിന്റെ കഴിഞ്ഞതിന് ശേഷം ആ ബോഡി വെച്ച് ജനപ്രതിനിധികളടക്കം സമരം ചെയ്തതിനു ശേഷമാണ് ഉത്തരവ് തരുന്നത്. അപ്പോൾ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചിരിക്കുന്ന വനം വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥൻ അവിടെയുള്ള പുസ്തകത്തിനകത്തുള്ള നിയമങ്ങൾ മാത്രമേ പാലിക്കപ്പെടുകയുള്ളൂ എന്നും അതിന് അതിൻ്റെതായ സമയമെടുക്കുമെന്നുള്ള ധാരണയിലാണ് നിലവിലുള്ളത്. ഇതാണ് വയനാട്ടിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമാകുന്നത്. ഇന്നലെ വൈകുന്നേരം ആനയെ തെരച്ചിൽ നിർത്തി തിരിച്ചു പോകുന്ന വനപാലകർ ഏകദേശം 3 മണിക്കൂറാണ് മണ്ണുണ്ടി കോളനിയിലെ ആളുകൾ തടഞ്ഞു വെച്ചിട്ടുള്ളത്. ഇന്ന് അവര് ആനയെ ഏതെങ്കിലും കാരണവശാൽ ഇന്ന് നമുക്ക് മയക്കുവെടി വെക്കാൻ പറ്റിയാത്തൊരു സാഹചര്യം വന്നാൽ ഈ ഒരു സമരവും അല്ലെങ്കിൽ ഈ പ്രതിഷേധമോ ഒരാൾക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മാറും. അതിന് വളം വെച്ചു കൊടുക്കുന്നത് വനം വകുപ്പിലെ ചില ഉന്നത ഉദ്യോഗസ്ഥരുടെ ഇടപെടലുകൾ തന്നെയാണ്. അതിൽ യാതൊരുവിധ തർക്കവും നിലവിലില്ല എന്നുള്ളതാണ്. ഓക്കെ, റൈറ്റ്. ഞാൻ തിരികെ എത്താം. ശ്രീ അശ്വിൻ വടകര കൂടി നമുക്കൊപ്പം ചേരുന്നു. ബാലൻസിങ് എന്ന് പറയുന്ന ഒരു വിഷയം ഇതിനകത്ത് നിൽക്കുന്നു. അത് ഏത് തരത്തിലാണ് സമൂഹം ഡീൽ ചെയ്യുക എന്നുള്ളത് ഒരു വലിയ ചോദ്യമായിട്ട് നിൽക്കുമ്പോൾ തന്നെ ഇപ്പോൾ ആ ഒരു തലത്തിലേക്ക് ഞാൻ വരാം. അതിന് മുൻപ് ഞാൻ ചോദിക്കുന്നത്, ജനങ്ങളെ സംബന്ധിച്ചിടത്ത് വലിയ ഒരു ആശങ്ക ഉണ്ടാകുന്ന ഒരു ദൗത്യം ഇപ്പോൾ നടക്കുന്നു എന്നാണ് അധികൃതരും പറയുന്നത്, പുറത്തുനിന്ന് വിലയിരുത്തുന്നവരും പറയുന്നത്. എങ്ങനെയാണ് താങ്കൾക്ക് തോന്നുന്നത്, ശ്രീ അശ്വിൻ വടകര? വയനാട് ഇങ്ങനൊരു സാഹചര്യം നേരിടാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. എനിക്ക് തോന്നുന്നു 2014-15 കാലഘട്ടത്തിലാണ് ഇതുപോലൊരു അവസ്ഥ ഉണ്ടായിരുന്നു. അതായത് അന്നത്തെ ആ കൊമ്പന്റെ പേര് വടക്കനാട് കൊമ്പൻ എന്നായിരുന്നു. ഇന്നത് മിടുക്കനായ ഒരു കുങ്കിയാണ്. അന്ന് ഇതുപോലെ തന്നെ കോളറൊക്കെ ഉണ്ടായിരുന്ന ആന ഒരാളെ രാവിലെ പോവായിരുന്ന ഒരു കർഷകനെ കൊന്നതിന് ശേഷം അതിനെ മയക്കുവെടി വെക്കാനായിട്ട് എല്ലാ സജ്ജീകരണങ്ങളുമായിട്ട് നിന്ന സമയത്ത് കൃത്യമായി അത് മുത്തങ്ങ ബോർഡർ കടന്ന് കർണാടകത്തിലേക്ക് പോയി. കാരണം വേറൊരു സംസ്ഥാനത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഉത്തരവ് പ്രകാരം നമുക്ക് വെടിവെക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ അത് കടന്നുപോയി. പിന്നീട് അതിനെ ട്രാക്ക് ചെയ്യുമ്പോഴൊക്കെ അത് ഗുണ്ടൽപേട്ട് വനമേഖലയിൽ തന്നെയായിരുന്നു. പക്ഷെ പിന്നീട് അതിന്റെ ശല്യം ഒഴിഞ്ഞൊന്ന് നമ്മൾ കാത്തിരുന്നത് ഏകദേശം ഒരു 10-15 ദിവസം തുടർച്ചയായി ട്രാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ യാതൊരു ചലനമൊന്നും കിട്ടിയില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അത് കർണാടക വനത്തിന്റെ ഉൾവനത്തിലോ മറ്റോ പോയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും കറക്റ്റ് 1 മാസത്തിനോട് അടുപ്പിച്ച് ആ ആന തിരിച്ചു വരികയും പൊൻകുഴി കോളനിയിലെ ഒരു 11-കാരന്റെ ജീവൻ എടുത്തുകൊണ്ടാണ് അന്ന് തിരിച്ചു വന്നത്. അന്ന് ആ സമയത്ത് അടിയന്തരമായി മയക്കുവെടി വെക്കാനുള്ള ഉത്തരവ് ലഭിക്കുകയും പെട്ടെന്ന് തന്നെ മയക്കുവെടി വെച്ച് അതിനെ ക്യാപ്ചർ ചെയ്ത് അടുത്ത പ്രൊസീജിയറിലേക്ക് പോവുകയും ചെയ്തു. അങ്ങനത്തെ ഒരു മയക്കുവെടി അനുമതിക്ക് വേണ്ടി മണിക്കൂറുകളോളം കാത്തിരിക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥ, ആന എന്ന് പറയുന്ന ഒരു ജീവി അതൊരു സ്ഥലത്ത് സ്ഥിരമായിട്ട് നിന്നിരുന്ന ഒരു സാധനമല്ല. പ്രത്യേകിച്ചും ഒരു തവണ കുങ്കിയാനകളുടെ സഹായത്തോടുകൂടി മയക്കുവെടി വെച്ച് പിടിക്കപ്പെട്ട ആനയാണ് ഈ ബലൂർ മക്ന എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ആനകൾക്ക് മണം പിടിക്കാനുള്ള ശേഷി വളരെ കൂടുതലാണ്. അത് കിലോമീറ്റർക്ക് അപ്പുറത്ത് തന്നെ കാറ്റിനനുസരിച്ച് വരുന്ന മണം ഐഡന്റിഫൈ ചെയ്ത് മാറി മാറി പോകുന്ന ജീവിവർഗമാണ്. അത് തന്നെയാണ് ഒരു പ്രാവശ്യം കുങ്കിയാനകളുടെ സഹായത്തോടു കൂടി അത് കുങ്കിയാനകൾ അല്ലെങ്കിൽ നമ്മൾ മയക്കുവെടി വെച്ച് ഇതിനെ ക്യാപ്ചർ ചെയ്യുന്നത് വളരെ സ്നേഹത്തോടു കൂടി ഒന്നല്ലല്ലോ. കാരണം അത് പ്രതിരോധിക്കും, സ്വാഭാവികമായിട്ടും കുങ്കിയാനകളും പ്രതിരോധിക്കും, സ്വാഭാവികമായിട്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ഒരസലുകൾ ഉണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ടും കുങ്കിയാനകളെ ഇവറ്റകൾക്ക് ഒരു പ്രാവശ്യം ക്യാപ്ചർ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഭയങ്കര പേടിയായിരിക്കും. അതുകൊണ്ട് തന്നെ കുങ്കിയാനകളോടൊപ്പം തെരച്ചിൽ നടത്തുമ്പോൾ
ആ മണം അതിന് ഒരു 300 മീറ്ററോ 500 മീറ്ററോ എന്നല്ല, നല്ല കാറ്റിന്റെ അനുസരിച്ച് അതിന് ആ സ്മെല്ല് കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് ഉള്ളോട്ട് പോവുക ചെയ്യും. പിന്നീട് കാട്ടിനകത്ത് വെച്ചിട്ട് ആനയെ മയക്കുപിടി വെക്കുമ്പോൾ കുങ്കിയാനയുടെ പ്രസൻസ് ഇല്ലാതെ ഒരിക്കലും വെക്കാനും പറ്റില്ല. കാരണം രണ്ട് രീതിയിലാണ്. ഒന്ന്, മയക്കുപിടി വെച്ച് കൊണ്ടുകഴിഞ്ഞ ആന എങ്ങനെ പ്രതികരിക്കുമെന്ന് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് എത്രയോ ഘട്ടങ്ങൾ, ഈ അടുത്ത് കർണാടകത്തില് ഒരു വെടിവെച്ച ഷൂട്ടറെ ആന ഓടി വന്ന് കൊല്ലുന്നത് നമ്മൾ എല്ലാവരും കണ്ട ആ ചെറിയ ക്ലിപ്പിലൂടെ കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വെടിവെക്കുന്ന ഡോക്ടറായിക്കോട്ടെ, അദ്ദേഹത്തിന് സന്നാഹം ഒരുക്കുന്ന ടീമായിരുന്നാലും അവരുടെ സുരക്ഷയ്ക്കും ഈ കുങ്കിയാനയുടെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ മയക്കുവെടി കൊള്ളുന്ന ആനയുടെ, നമ്മുടെ ഈ മോഴയാനയുടെ സുരക്ഷയ്ക്കും ഈ കുങ്കിയാനയുടെ പ്രസൻസ് ആവശ്യമാണ്. കാരണം മയക്കുവെടി കൊണ്ടു കഴിഞ്ഞാൽ ആനയെ താങ്ങി നിർത്തേണ്ട ആവശ്യമില്ല. ഇപ്പൊ കാരണം പലപ്പോഴും ഉൾക്കാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് ലോറിയും ഇതൊന്നും കൊണ്ടുപോയിട്ട് അവിടുന്ന് കയറ്റാൻ കുറച്ച് നടത്തിക്കൊണ്ടുവരേണ്ടി വരും. ആ സമയത്ത് നമ്മൾ ടീം അംഗങ്ങൾക്ക് കയറിട്ട് പിടിക്കാനും കാര്യങ്ങൾക്കൊന്നും പോസിബിൾ അല്ല. അപ്പൊ ആ സമയത്ത് രണ്ട് വശത്തും കുങ്കിയാനയുടെ പ്രസൻസ് ഉണ്ടായി കുങ്കിയാനകളുടെ സഹായത്തോടു കൂടി തന്നെ വേണം ഇതിനെ ലോറി ആംബുലൻസിലോട്ട് കയറ്റാനൊക്കെ ആയിട്ട്. അപ്പൊ പിന്നീട് മയക്കുവെടി കൊണ്ട് ആന മയങ്ങി അവിടെ ആ ഭാഗത്ത് കിടന്നു പോവുകയാണെങ്കിൽ ചില അവസരങ്ങൾ അങ്ങനെ ഉണ്ടാവാറുണ്ട്. അവിടെ താഴെ ഉണ്ടായിരുന്ന ഒരു കല്ലോ ചെറിയൊരു മരക്കുറ്റിയോ മതി അതിന്റെ ജീവൻ എടുക്കാൻ. സ്വാഭാവികമായിട്ടും ടീം അംഗങ്ങളുടെ മാനസികാവസ്ഥ അത് തണ്ണീർ കൊമ്പൻ വിഷയത്തിലും നമ്മൾ കണ്ടതാണ്. കാരണം ആ ആനയുടെ ഇതുപോലൊരു സിറ്റുവേഷൻ ആ ആന ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ ആരോപണമൊന്നും ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ അതിനെ മയക്കുവെടി വെച്ചു. അത് എന്താ പറയാ, ഇതിന്റെ ശ്രീ അശ്വിൻ വടകര, ഇതിന്റെ ഒരു ടൈമിംഗ് അനുസരിച്ച് ഇത് നടത്തുക, ടൈമിലി ആയിട്ട് ഇത് നടത്തുക, അത് വളരെ പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ശ്രീ ടി സി ജോസഫ് ഒക്കെ പറഞ്ഞതുപോലെ ഇത് ഓർഡർ വരുന്ന ഉത്തരവ് ഇറങ്ങാൻ വൈകുമ്പോൾ സ്വാഭാവികമായിട്ടും ആനയെ ട്രാക്ക് ചെയ്യാൻ പറ്റാതെ ആന സ്ഥലം വിടുന്ന ഒരു സാഹചര്യം, ഉൾക്കാട്ടിലോട്ട് പോകുന്ന ഒരു സാഹചര്യം, ജനങ്ങളെ വീണ്ടും ആശങ്കയിലാക്കുന്ന ഒരു സാഹചര്യം. സ്വാഭാവികമായിട്ട് ഈ വനം വകുപ്പും ജനങ്ങളും തമ്മിൽ ഒരു റിഫ്റ്റ്, ഒരു പ്രതിഷേധം തുടരുന്ന ഒരു സാഹചര്യം. ഇതിന്റെ ഇടയിൽ വേണം ഇവർക്ക് ദൗത്യം പൂർണ്ണമാക്കാൻ. അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്കൊക്കെ പോകുന്നത് സ്ഥിരമാണോ? മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ജോസേട്ടൻ പറഞ്ഞ പോലെ, നൗഷാദ് സാർ പറഞ്ഞതുപോലെ, ഈ ഒരു ഉത്തരവ് വരേണ്ടത് തിരുവനന്തപുരത്ത് നിന്നാണ്. അത്രയും മണിക്കൂർ, കാരണം ഇവിടെ ജനങ്ങളുമായിട്ട് ഇടപെട്ട് നിൽക്കുന്ന നൗഷാദ് സാറിനെ പോലുള്ള ജനപ്രതിനിധികൾ, അല്ലെങ്കിൽ ആ താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാര്, ഇവരുടെയൊക്കെ മാനസികാവസ്ഥ പലപ്പോഴും ആരും കാണുന്നില്ല എന്നുള്ളതാണ്. കാരണം പലപ്പോഴും അവസ്ഥയിലാണ്. വൈകാരികമായി ഒരിക്കലും വന്യജീവി വിഷയത്തെ നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കില്ല. വികാരപരമായിട്ട് എന്താ പറയാ, അത്തരം കാര്യങ്ങൾ നമ്മൾ വിവേകപരമായിട്ട് മാത്രമേ ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ DFOയ്ക്കെങ്കിലും ഇത്തരം സാഹചര്യങ്ങളിൽ DFO അല്ലെങ്കിൽ കളക്ടറും ജോയിൻ ആയിട്ട് ഇത്തരം ഉത്തരവുകൾ നൽകാനുള്ള ഒരു അധികാരം മാറേണ്ടത്. കാരണം പഴയ അതെനിക്ക് മനസ്സിലായി. ഞാൻ തിരികെ എത്താം. ശ്രീ ഷംഷാദ് മരക്കാർ, അങ്ങനെ കാലാനുസൃതമായ നിയമങ്ങളിൽ ഒരു മാറ്റം ഉണ്ടായില്ലെങ്കിൽ വലിയ രീതിയിലുള്ള ജീവനെടുക്കൽ സംഭവങ്ങൾ തുടർച്ചയാകുന്ന ഒരു കാഴ്ചയ്ക്ക് കേരളം സാക്ഷിയാകേണ്ടി വരും സ്വാഭാവികമായിട്ടും. ഈ ജനങ്ങളുടെ ഒരു പ്രതിഷേധം എന്ന് പറയുന്നത് പക്ഷേ അതിനും അപ്പുറത്തേക്കാണ്. സ്വാഭാവികമായിട്ടും ഇത് ഒരു മയക്കുവെടി വെച്ച് പിടിക്കുകയല്ല ഇതിന്റെ സൊല്യൂഷൻ എന്നതടക്കം വളരെ വൈകാരികമായിട്ടുള്ള പ്രതിഷേധങ്ങളൊക്കെ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് വരുന്നുമുണ്ട്, ഇല്ലേ? അതിനെ ഏത് തരത്തിലാണ് അധികൃതർ നേരിടുന്നത്? ശ്രീ ഷംഷാദ് മരക്കാർ, താങ്കൾ തുടരുന്നുണ്ടെന്ന് കരുതുന്നു. ഇല്ല, അദ്ദേഹം വലിയ രീതിയിലുള്ള പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തു നിന്ന് വരുന്നത്. ജനങ്ങൾ ഇതിനകത്തൊരു മയക്കുവെടി വെച്ചിട്ട് പിടിക്കുക എന്നുള്ളൊരു സൊല്യൂഷൻ പോലുമല്ല, ജീവൻ എടുക്കുന്നതിന് കൂടുതൽ ശക്തമായിട്ടുള്ള നടപടിയിലേക്ക് പോകണമെന്ന് പറയുമ്പോൾ എങ്ങനെ ആ പ്രതിഷേധത്തെ നേരിടാൻ കഴിയും? അശ്വിനും അപർണയും പറയുന്നത് ഞാൻ കേട്ടു. ഈ കാലാനുസൃതമായ മാറ്റം വേണമെന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ജനതയാണ് വയനാട്ടിലെ ജനത. ഞങ്ങളുടെ ഒരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ, ഇവിടെ ഒരു പ്രയാസം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവിന് വേണ്ടി കാത്തുനിന്ന് മടുത്ത് സമരം ചെയ്ത് ആ സമരത്തിന്റെ ഭാഗമായി ഒരു ഉത്തരവ് വാങ്ങിയെടുക്കേണ്ട ഒരു ഗതികേടാണ് ഞങ്ങൾക്കുള്ളത്. ഇത് പരിഹരിക്കുമെന്ന് വനംവകുപ്പ് മന്ത്രി പറയുകയുണ്ടായി. വലിയ പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ ആ ഒരു തീരുമാനത്തെ കേട്ടു. അങ്ങനെ അദ്ദേഹം കണ്ണൂർ CCF ചാർജുള്ള ദീപയ്ക്ക് വയനാടിന്റെ ഒരു നോഡൽ ഓഫീസർ എന്ന് പറയുന്ന ഒരു പദവി കൊടുത്തു. ആ നോഡൽ ഓഫീസർ എന്ന പദവി കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി എല്ലാ കാര്യങ്ങളും ഈ CCF ആയ ദീപയ്ക്ക് തീരുമാനിക്കാന്ന് പറഞ്ഞു. അപ്പൊ ദീപ ആദ്യത്തെ മീറ്റിംഗിൽ നമ്മൾ CCF-നോട് ചോദിച്ചു, എന്തൊക്കെയാണ് മാഡത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ? എനിക്ക് പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല. ഇവിടെ ഉള്ള കാര്യങ്ങൾ ഹയർ ഓഫീസർമാർക്ക്
റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അവര് പറഞ്ഞു. വെള്ളത്തിൽ ഹയർ ഓഫീസർമാർക്ക് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അവര് പറഞ്ഞൊരു കാര്യം. അപ്പോ ആ ഒരു കാര്യത്തിൽ മാത്രം ആ ഒരു കാര്യം മാത്രമാണ് അതായത് മന്ത്രി പറഞ്ഞ ഉറപ്പും അതിൽ ഫലം കണ്ടില്ല, അതിൽ പ്രത്യേകിച്ച് ഒരു ഫലവും ഉണ്ടായില്ല. ഇല്ല, ഒരു ഫലവും ഇല്ല. കാരണം നമ്മളിപ്പോ ദീപക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും, ദീപ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യും, അടുത്ത ഓഫീസർ മുകളിലേക്ക് അയക്കുമെന്നുള്ളതാണ്. അത് നമ്മൾ ആദ്യം ദീപ ഇല്ലെങ്കിൽ ഇവിടെ നിന്നുള്ള DFOമാര് നേരിട്ട് തിരുവനന്തപുരത്തേക്ക് അയക്കുന്നതിനിടയിൽ ഒരാൾ കൂടെ എന്ന് മാത്രമേ ഉള്ളൂ. ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല. ആ വിഷയം നിങ്ങൾ അഡ്രസ് ചെയ്തോ? ആ വിഷയം, ഇത് വളരെ ഗൗരവകരമായിട്ടുള്ള ഒരു വിഷയം, അത് അഡ്രസ് ചെയ്യാൻ കഴിഞ്ഞിരുന്നോ? അത് നമ്മൾ എത്ര തവണ നിങ്ങളത് വനം വകുപ്പ് മന്ത്രിയോടല്ലാതെ ആരോടാണ് ഇത് പറയുന്നത്? എന്തിനാണ് ഈ രീതിയിൽ ജനതയെ പറ്റിക്കുന്ന രീതിയിൽ ഒരു നോഡൽ ഓഫീസർ ഉണ്ട് എന്ന് നമ്മളോട് പറയുകയും നോഡൽ ഓഫീസർ മീറ്റിംഗിൽ വന്ന് പങ്കെടുക്കുകയും നോഡൽ ഓഫീസർ ചർച്ചകളിൽ പങ്കെടുക്കുകയും ചെയ്യുക എന്നതിനേക്കാൾ ഉപരി യാതൊരു വിധത്തിലുള്ള തീരുമാനങ്ങളും എടുക്കാൻ ഒരു അധികാരവും ആ നോഡൽ ഓഫീസർക്ക് ഇല്ല എന്നുള്ളതാണ്. അപ്പൊ അത് നേരത്തെ അശ്വിൻ പറഞ്ഞ പോലെ ഇത് തരത്തിൽ നയപരമായി ഇതിനകത്ത് മാറ്റങ്ങൾ വരുത്തേണ്ടത് സർക്കാർ, അത് കേന്ദ്രമാവട്ടെ കേരളമാവട്ടെ സർക്കാർ സംവിധാനങ്ങളാണ് ഇതിനകത്ത് മാറ്റങ്ങൾ വരുത്തേണ്ടതും ഇതിനകത്ത് കാലാനുസൃതമായ മാറ്റങ്ങൾ അടിയന്തരമായി നടത്തണം. നമ്മളിപ്പോ ഒരാളുടെ മരണം സംഭവിച്ചാൽ 10 ലക്ഷം രൂപയെ നമുക്ക് കൊടുക്കാൻ കഴിയുന്നുള്ളൂ. ജനങ്ങൾ ആവശ്യപ്പെടുന്ന ആ കുടുംബത്തിന്റെ ഒരു പ്രതിസന്ധിയുണ്ട്. ചില കുടുംബത്തിലെ ആളുകൾ 1, 2, 3 ഫാമിലിയെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അയാളാണ്, അദ്ദേഹമായിരിക്കും. അദ്ദേഹത്തിന് മരണം സംഭവിക്കുമ്പോൾ എല്ലാവരും പ്രതിസന്ധിയിലാവുകയാണ്. അതിനനുസരിച്ച് നഷ്ടപരിഹാരം വർദ്ധിപ്പിക്കണം നമ്മൾ പറയുന്നു. അത് നൽകാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. അതായത് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് ഒരു 50 ലക്ഷം നഷ്ടപരിഹാരമെങ്കിലും കൊടുക്കണം ഈ അജീഷിന്റെ മരണവുമായി ബന്ധപ്പെട്ടതാണ്. ആ രീതിയിൽ ഒരു നിലപാടാണ് നിങ്ങൾക്കുള്ളത്? അതെ, അജീഷിന്റെ കുടുംബം നമ്മളോട് ആവശ്യപ്പെടുന്ന 50 ലക്ഷം രൂപയാണ്. പ്രജീഷിന്റെ കുടുംബം അതിനേക്കാൾ ചിലപ്പോൾ അതേ എമൗണ്ട് ആവശ്യപ്പെടും. നമ്മൾ എല്ലാവർക്കും 10 ലക്ഷം എന്ന് പറയും. പക്ഷെ ആ കുടുംബത്തിന്റെ ഡിപ്പെൻഡൻസി കൂടി നോക്കിയിട്ട് ഉള്ളൊരു നഷ്ടപരിഹാരം കൊടുക്കാൻ തീരുമാനിക്കുക. അത് വനംവകുപ്പ് ചെയ്യാറില്ല. 2, നമ്മള് ജോലിയുടെ കാര്യം പറയും. അവർ ആശ്രിതർക്ക് ഒരു ജോലി കൊടുക്കാൻ പറയും. താൽക്കാലികമായി ജനങ്ങളുടെ പ്രയാസങ്ങൾ പരിഗണിക്കാൻ അത് പരിഗണിക്കാമെന്ന് പറഞ്ഞു പോവുകയും പിന്നീട് അതിൽ കാര്യമായി ഇടപെടാതിരിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് വനം വകുപ്പിന്റെ ആളുകൾ പറയുന്ന ഒരു കാര്യവും ജനം വിശ്വസിക്കാത്തതിന്റെ യഥാർത്ഥ കാരണം വാക്കുകൾ പാലിക്കപ്പെടുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ, റൈറ്റ്. ശ്രീ ഷംഷാദ് മറക്കാൻ, മുഖ്യമന്ത്രി ഇപ്പോൾ ഉന്നതതല യോഗം വിളിച്ചിരിക്കുന്നു ഈ വിഷയത്തിനകത്ത് എന്നുള്ളതാണ്. ഇതൊക്കെ കൂടുതൽ ഈ പറഞ്ഞ പോലെ വളരെ കോർ ഇഷ്യൂസ് ഇതിനകത്ത് നിൽക്കുന്നുണ്ട്. ആ വിഷയം പരിഹരിക്കണം. ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ വളരെ പെട്ടെന്ന് നടപടികളിലേക്ക് എങ്ങനെ കടക്കാൻ കഴിയും എന്നുള്ളതിനെ സംബന്ധിച്ച് അതിനൊരു പരിഹാരം ഉണ്ടാക്കണം. അതില്ലാതെ താൽക്കാലിക പരിഹാരം ഉണ്ടാക്കി ഒരു വിഷയം മാത്രം സോൾവ് ചെയ്തുകൊണ്ട് കാര്യം ഉണ്ടാകുന്നില്ല. ഷംഷാദ് മറക്കാൻ, തങ്ങൾ പറഞ്ഞു മുഴുമിപ്പിക്കാൻ ആഗ്രഹിച്ചത് എന്തായിരുന്നു? ഓക്കെ, നമ്മൾ ഇതിനകത്ത് പറയുന്ന കാലാനുസൃതമായ മാറ്റങ്ങൾ വേണം. ഇവിടെ നിന്നുള്ള DFOമാരുടെ റിപ്പോർട്ടിന് അനുസൃതമായി വളരെ അടിയന്തരമായ ഉത്തരവുകൾ നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് തന്നാൽ മാത്രമേ ഈ പ്രശ്നത്തെ ആദ്യഘട്ടത്തിൽ പരിഹരിക്കാൻ പറ്റുകയുള്ളൂ. നിലവിൽ അതിനുണ്ടാകുന്ന കാലതാമസം നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയാണ്. നഷ്ടപരിഹാരം എന്ന് പറയുന്നത് നമ്മളിപ്പോ ഒരു മോട്ടോർ വാഹനം ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചാൽ അദ്ദേഹത്തിന്റെ ഒരു പ്രായവും അദ്ദേഹത്തിന്റെ കുടുംബ പശ്ചാത്തലവും ഒക്കെ നോക്കിയിട്ടാണ് നമുക്ക് അതിന്റെ തുക ലഭിക്കുന്നത്. അത്തരത്തിലുള്ളൊരു മാറ്റം ഈ വന്യമൃഗ ശല്യവുമായി കേരളത്തിൽ ആർക്ക് സംഭവിക്കാം, ആർക്ക് വേണമെങ്കിലും സംഭവിക്കാം. അപ്പൊ അതിൽ അത്തരത്തിലൊരു മാറ്റം ഉണ്ടാവണം. ഈ 10 ലക്ഷം എന്ന് പറയുന്ന ലിമിറ്റഡ് എമൗണ്ടിനേക്കാൾ അപ്പുറം ആ കുടുംബത്തിന്റെ സാഹചര്യങ്ങൾ നോക്കി അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുക. 2, അവരുടെ കുടുംബത്തിലെ ആശ്രിത നിയമനം എന്ന് പറയുന്നത് താൽക്കാലികമായി 200 രൂപയ്ക്കോ 250 രൂപയ്ക്കോ ഏതെങ്കിലും എക്കോ നമ്മൾ കുറുവാ ദ്വീപിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും വനംവകുപ്പിന്റെ കാര്യത്തിൽ ടിക്കറ്റ് മുറിച്ചു കൊടുക്കുന്ന ഒരു ജോലിക്ക് അപ്പുറത്തേക്ക് ഒരു പെർമനന്റ് ആയ ഒരു സർക്കാർ ജോലി ആശ്രിതർക്ക് കൊടുക്കുന്ന തീരുമാനം, ഇതെല്ലാം പറഞ്ഞു പോവുക എന്നുള്ളതിനെ ഉപരി. ഓക്കെ, തീർച്ചയായിട്ടും ഇത് ഒരു ദുരന്തം സംഭവിച്ചതിന് ശേഷം എന്ത് സംഭവിക്കുന്നു എന്നുള്ള വലിയ വിഷയമാണ്. ദുരന്തം സംഭവിക്കാതിരിക്കാൻ എന്ത് നടപടികൾ എടുക്കാം എന്നുള്ളത് കൂടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മേഡം, അതിലൊരു കാര്യം പറയേണ്ടതുണ്ട്. തീർച്ചയായും. അതായത് ഈ വയനാട്ടിലെ വന്യജീവി ശല്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്നോ ഇന്നലെയോ തുടങ്ങിയല്ല. ഈ വേലൂർ മഗ്നയ്ക്ക് മുമ്പ് നമുക്ക് വടക്കനാട് കൊമ്പനായിരുന്നെങ്കിൽ ഇനി വരാൻ പോകുന്നത് ഒരുപക്ഷെ കൂർഗ് മഗ്നയായിരിക്കാം. പക്ഷെ ഇതിനൊരു കൃത്യമായ സൊല്യൂഷൻ കണ്ടെത്തിയില്ല എങ്കിൽ ഞാൻ ഒന്ന് ഇടപെടുന്നു. അശ്വിൻ, ഞാൻ തിരികെ എത്താം. ഇപ്പോൾ ടി സിദ്ദിഖ് നിയമസഭയിൽ ഇതേ വിഷയം സംസാരിക്കുകയാണ്. എന്താണ്? ഒരു മുന്നറിയിപ്പ് നൽകുന്നതിൽ ദയനീയമായി പരാജയപ്പെട്ട അതിർത്തി ജില്ലയാണ് സാർ വയനാട്. അവസാനിച്ചു. അതിർത്തി ജില്ലയാണ്. കർണാടക, തമിഴ്നാട് മുഴുവൻ വനമേഖല അന്തർ സംസ്ഥാന കോർഡിനേഷനെ കുറിച്ച് ഇന്ന് പറഞ്ഞത് ഈ മുഴയാന വന്നതായ വേലൂർ മഗ്ന എന്ന് പറയുന്ന ഈ ആന വന്ന സന്ദർഭത്തിൽ നിങ്ങൾ എടുത്തിരുന്നുവെങ്കിൽ
അജി എന്ന് പറയുന്ന സാധാരണക്കാരൻ ഇപ്പൊ മരിക്കില്ല. അന്തർ സംസ്ഥാന ഏകോപനത്തിന് ഒരു നടപടിയും സ്വീകരിക്കാത്ത, നിയമപരമായ ഒരു നടപടികൾക്ക് നേതൃത്വം കൊടുക്കാത്ത ഈ ഗവൺമെന്റ് ആണ് സാർ ശ്രീ അജിയുടെ മരണത്തിന്റെ ഒന്നാമത്തെ പ്രതി. അങ്ങയുടെ വകുപ്പും അങ്ങുമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല സാർ. അതുകൊണ്ട് തന്നെ സഭ നിർത്തിവെച്ച് ജനാധിപത്യ കേരളക്കരയിലെ വനത്തോട് ചേർന്നുള്ളതായ മേഖലയിലുള്ള മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ ജീവൻ പൊലിയുന്ന ഈ പ്രശ്നം ഗൗരവതരമായി സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു സാർ. ഈ ബഹുമാനോട് മിനിസ്റ്റർ പ്ലീസ് മിനിസ്റ്റർ, ഈ ഇൻസിഡന്റ് നടന്ന സ്ഥലത്തെ MLA എന്ന നിലയിൽ ശ്രീ OR കേളു ഒരു കത്ത് തന്നിട്ടുണ്ട്. OR കേളു അങ്ങേക്ക് സംസാരിക്കാം. സാർ, ഈ എൻ്റെ മണ്ഡലത്തിലാണ് സാർ ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. വളരെ ദുഃഖകരമാണ് സാർ. ഇതൊരു ഒറ്റപ്പെട്ട കാര്യമല്ല. കാരണം ഇപ്പോൾ വിഷയം ഉണ്ടാക്കുന്നത് ഈ കർണാടകയിൽ നിന്ന് റേഡിയോ കോളർ പിടിപ്പിച്ചിട്ടുള്ള ആന തന്നെയാണ് വിഷയം ഉണ്ടാക്കുന്നത്. ഇന്നലെ രാത്രി നേരം പുലരുന്നതുവരെ DFO ഉൾപ്പെടെയുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ തന്നെയാണ് ക്യാമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റേഡിയോ കോളറും ആൻറ്റിന സംവിധാനങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കർണാടക ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും കർണാടക ഗവൺമെൻറ്റിൻ്റെ ആണ് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. യഥാസമയം കൃത്യമായ ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മുടെ വനവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ലഭിക്കാത്തൊരു സാങ്കേതികമായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ട്. ഏകദേശം 5 മണിക്കൂർ ഇടപെട്ടൊക്കെയാണ് പലപ്പോഴും കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നത്. ഇതിൻ്റെ ഒരു പ്രയാസം നമുക്ക് ഉണ്ടാവുന്നുണ്ട്. സാർ, എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്, ഇപ്പോൾ ഇത് സംബന്ധിച്ച് പ്രതിഷേധം മണ്ഡലത്തിലുണ്ട്. ഇന്നും രാവിലെയും പ്രതിഷേധമുണ്ട്, ഇന്നലെ രാത്രിയൊക്കെ പ്രതിഷേധമുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. പക്ഷേ എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്, ഇപ്പോൾ ഈ വന്യമൃഗങ്ങളുടെ വർധനവും അതേപോലെ തന്നെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്യമൃഗങ്ങൾ നമ്മുടെ ജില്ലയിലേക്ക് വരുന്നതും ഒക്കെ തന്നെ ഇതിൻ്റെ ബാഹുല്യം വർദ്ധിപ്പിക്കുകയാണ്. ഇതിനൊക്കെ പരിമിതികളുണ്ട് സാർ. ഇപ്പോൾ കേരള ഗവൺമെൻറ്, എൻ്റെ മണ്ഡലത്തിൽ ഇപ്പോൾ ഞാൻ 2 കോടി രൂപ MLAയുടെ ഫണ്ട് ഉപയോഗിച്ച് ഹാങ്ങിങ് ഫെൻസിങ്ങിൻ്റെ നിർമ്മാണ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് 6 കോടിയുടെ ഒരു ഫെൻസിങ്ങിൻ്റെ പ്രവർത്തനം നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആന ട്രഞ്ച്, എലിഫൻ്റ് ട്രഞ്ചും നമ്മൾ ഏകദേശം നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരമല്ല എന്നുള്ളതാണ് നമുക്ക് കാര്യങ്ങൾ പരിശോധിപ്പിക്കാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് എനിക്കിവിടെ സൂചിപ്പിക്കണം സാർ, നമ്മളിവിടെ കേരളത്തിലൊരു പൊതുവിഷയം ഇത് ഇന്നോ ഇന്നലെ ഉണ്ടാകുന്നതല്ല, വർഷങ്ങളായിട്ട് തന്നെ തുടർന്നൊരു സംഭവവികാസങ്ങളാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ രാഷ്ട്രീയപരമായി അല്ലെങ്കിൽ പ്രത്യേകപരമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കാര്യങ്ങൾ പറയുന്നതിന് പകരം നമ്മൾ ഈ കാലാനുസൃതമായി ഈ കാലഘട്ടത്തിൽ ഈ കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്നുള്ളത് നമ്മൾ കേരള ഗവൺമെൻറ്റിൽ മാത്രം നിക്ഷിപ്തമല്ലാത്തൊരു കാര്യമായതുകൊണ്ട് ഭാവിയിൽ കേന്ദ്ര ഗവൺമെൻറ് കൂടിയായിട്ട് ആലോചിച്ചുകൊണ്ട് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കുന്നതിനും ചർച്ചയും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾക്ക് നടത്തേണ്ടതായിട്ടുണ്ടെന്നാണ് ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചത്. കഴിഞ്ഞ 30-ാം തീയതി ഞാൻ ഈ വിഷയം ഇവിടെ ഞാൻ അവതരിപ്പിച്ചിരുന്നു. ഈ കാര്യങ്ങൾ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലും ഇന്നലെ ഞങ്ങൾ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി ഒരു ഉന്നതതല യോഗം ഇത്തരം കാര്യങ്ങൾ കണ്ടുകൊണ്ട് വിളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം എടുത്തു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അടിവരായിട്ട് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ ഇവിടെ പരസ്പരം പോരടിച്ചതുകൊണ്ട് ഒരു കാര്യമില്ല, ഇതെല്ലാവർക്കും ബോധ്യമുള്ളതാണ്. അതുകൊണ്ട് ഭാവിയിൽ നമുക്ക് എങ്ങനെയാണ് ഈ കാര്യത്തിന് വേണ്ടിയിട്ട് എങ്ങനെയാണ്, അതാണ് ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറയുന്നത് ഈ ഭാവിയിൽ കാലഘട്ടത്തിനനുസൃതമായി ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പല കാര്യങ്ങൾ ഇപ്പോൾ പുതിയ രീതിയിൽ കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾ ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് പൊതുവായിട്ടുള്ള നമ്മുടെ ഒരു കൂട്ടായ്മയാണ് നമുക്ക് ഇനി ആവശ്യം എന്നുള്ളതാണ് എനിക്ക് ബഹുമാനപ്പെട്ട ഈ സഭ മുമ്പാകെ ബോധിപ്പിക്കാനുള്ളത്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സർ, ഞാൻ ആവർത്തിക്കുന്നത് 2 ബഹുമാനപ്പെട്ട MLAമാരും പറഞ്ഞ വിഷയത്തിൻ്റെ ഗൗരവം പരിഗണിക്കാതെയല്ല, പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം ഓരോന്നോരോന്നായി മറുപടി പറയാനുമല്ല ഞാൻ ശ്രമിക്കുന്നത്. സർ, ബഹുമാനപ്പെട്ട കൽപ്പറ്റ MLA ഇവിടെ സൂചിപ്പിച്ചപ്പോൾ ആദ്യം തന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചതിൽ എനിക്ക് അതിയായ പ്രയാസമുണ്ട് എന്ന് ഞാൻ അദ്ദേഹത്തെ അറിയിക്കുകയാണ്. സർ, വനം വകുപ്പ് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് എന്ന് പറയാൻ മാത്രമാണ് ഞാൻ ആദ്യം ശ്രമിച്ചത്. ആ കൂട്ടത്തിൽ തന്നെ ഞാൻ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധത്തിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന കാര്യം സഭയുടെ മുമ്പാകെ പറയുകയും ചെയ്തിരുന്നു എന്ന് ബാക്കി അംഗങ്ങളെങ്കിലും ഓർത്താൽ നന്നായിരുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാൻ
ശ്രമിക്കുന്നുള്ളൂ. വയനാട്ടിലെ കാട്ടാന ആക്രമണവുമായി ബന്ധപ്പെട്ട് വനമന്ത്രി A.K. ശശീന്ദ്രന്റെ മറുപടിയാണ്. ഏത് രീതിയിലാണ് സർക്കാർ ഈ വിഷയത്തെ കാണുന്നത് എന്ന് കൂടി വ്യക്തമാക്കുകയായിരുന്നു മന്ത്രി. ഏതായാലും വലിയ രീതിയിലുള്ള വിമർശനം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് ഉന്നയിച്ചിരിക്കുന്നത് അന്തർ സംസ്ഥാന ഏകോപനം ഇതിനകത്ത് ഉണ്ടാകുന്നില്ല എന്നുള്ള രീതിയിലാണ്. വീണ്ടും അശ്വിൻ വടകരയിലേക്ക്. അശ്വിൻ, അങ്ങനെ ഒരു വിഷയം ഇത് കർണാടകവുമായി ബന്ധപ്പെട്ട് കൂടി കൃത്യമായ രീതിയിലൊരു ഏകോപനം ഇതിനകത്ത് നടക്കാത്തത് പലപ്പോഴും ഈ ദൗത്യ സംഘത്തിന്റെ മുന്നോട്ടുള്ള നീക്കങ്ങളെ ബാധിക്കുന്ന രീതിയിൽ, തീരുമാനമെടുക്കുന്ന രീതിയിൽ ബാധിക്കുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ പോകുന്നു എന്നുള്ളൊരു ആരോപണം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ട്. നിങ്ങളത് എങ്ങനെ നിരീക്ഷിക്കുന്നു? മേഡം, ആദ്യ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കർണാടക മുതൽ കേരളം അത് തമിഴ്നാട് ഊട്ടി വരെയുള്ള ഭാഗം നീലഗിരി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം നാഗർഹോള വന്യജീവി സങ്കേതം, വയനാട് വന്യജീവി സങ്കേതം, ബന്ദിപ്പൂർ വന്യജീവി സങ്കേതം, മുതുമല, ഇതൊക്കെ കിടക്കുകയാണ്. ഇതൊക്കെ സംസ്ഥാനത്ത് രൂപീകരണത്തിന്റെ ഭാഗമായി നമ്മൾ ഇട്ട പേരുകളാണ്. ജീവിവർഗങ്ങളെ സംബന്ധിച്ചിടത്തോളം നീലഗിരി ജൈവമണ്ഡലം അല്ലെങ്കിൽ നീലഗിരി ബയോസ്ഫിയറിലൂടെയാണ് അവർ സഞ്ചരിക്കുന്നത്. അവർക്ക് കർണാടകത്തിലാണോ കേരളത്തിലാണോ അവർക്ക് വേണ്ട റേഷൻ കാർഡോ കർണാടകത്തിനും കേരളത്തിനും കൊടുത്തിട്ടില്ല. അപ്പൊ അവരുടെ ഇത്തരത്തിലൊരു ഏകോപനക്കുറവ് സ്വാഭാവികമായിട്ടും എല്ലാ സംസ്ഥാനങ്ങളും തമ്മിലുണ്ട്. എങ്കിൽ പോലും വയനാട് പോലെ വളരെയധികം കാടിൽ ചുറ്റിപ്പെട്ട് കിടക്കുന്ന, എന്നാലോ ഒരുപാട് ജനങ്ങൾ താമസിക്കുന്ന ഒരു ജില്ലയെ സംബന്ധിച്ചെടുത്ത് ഇനിയും നമ്മൾ ഒരുപാട് മാറേണ്ടതുണ്ട്. ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇങ്ങനൊരു അടിയന്തര സാഹചര്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ആ സമയത്ത് ഇപ്പം നേരത്തെ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു, ഇന്നലെ 3 മണിക്കൂറാണ് വനപാലകരെ തടഞ്ഞു വെച്ചത്, ഇന്നും അതിനെ പിടിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും മേഡം, ഈ താഴെ തട്ടിലുള്ള പാവങ്ങളാണ്. ഇന്നും കാട്ടുതീ വന്നു കഴിഞ്ഞാൽ പച്ചില കൊമ്പ് വെട്ടി അടിച്ച് തീക്കെടുത്തുന്നതാണ് നമ്മുടെ വന്യജീവി ജീവനക്കാരുടെ അവസ്ഥ. അതിന് ഒരു മാറ്റവും വന്നിട്ടില്ല. നവീകരിച്ചു എന്ന് പറയുന്നത് ഒരുപക്ഷെ വാഹനങ്ങളും അവരുടെ യൂണിഫോമുമാണ്. ഇന്നും ആവശ്യത്തിനുള്ള എന്താ പറയാ ഉപകരണങ്ങളുടെ ലഭ്യതക്കുറവ് എല്ലാ സ്ഥലത്തും ഉണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് അതായത് പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥരെ ഇതിലേക്ക് കൂടുതലായി വയനാട്ടിലേക്ക് വിന്യസിക്കേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങളിലൂടെ മാത്രമേ ഈ കാടിറങ്ങി വന്ന മൃഗങ്ങളെ എല്ലാം തന്നെ വെടിവെച്ച് കൊല്ലുന്ന ഒരു സംവിധാനമല്ല നമുക്കുള്ളത്. നമുക്ക് കൃത്യമായ ഭരണഘടനാ ക്രമങ്ങളും ഒക്കെ ഈ ജീവിവർഗങ്ങൾക്കൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും ശാസ്ത്രീയമായ രീതിയിൽ ഇടപെടാൻ വൈകുന്ന ഓരോ നിമിഷവും ഇത്തരത്തിലുള്ള വന്യജീവികളുടെ കാടിറക്കം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഒന്നാമത് കാടിനകം തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അധിനിവേശ സസ്യങ്ങളുടെ വളരെയധികം വേഗതയിലുള്ള വ്യാപനം കാടിനകത്തുള്ള ആവാസ വ്യവസ്ഥയെ ആകെ തകിടം മറിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കാടിറങ്ങുന്ന വന്യജീവികളുടെ എണ്ണം വരും കാലങ്ങളിൽ വർദ്ധിക്കുക മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ മുന്നൊരുക്കങ്ങൾ എത്രയോ മുമ്പേ നമ്മൾ തുടങ്ങേണ്ടതാണ്. അത് ഇനിയെങ്കിലും നമ്മൾ ആരംഭിച്ചില്ല എങ്കിൽ തീർച്ചയായിട്ടും അതൊരു ശാശ്വത പരിഹാരമാണ്. ആ രീതിയിലേക്ക് പോകണം. സ്ഥലം മണ്ഡലം MLA OR കേളുതന്റെ നിയമസഭയിൽ പറഞ്ഞത് കേന്ദ്ര സർക്കാരുമായി ആലോചിച്ചിട്ട് ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്തേണ്ട ആ ഘട്ടമൊക്കെ എത്തിയിരിക്കുന്നു എന്നുള്ള രീതിയിലാണ്. ശ്രീ TC ജോസഫ്, ആ രീതിയിലേക്ക് ഒരു ശാശ്വത പരിഹാരം കണ്ടെത്തേണ്ട വളരെ അത്യാവശ്യ ഘട്ടത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണോ? തീർച്ചയായിട്ടും. കഴിഞ്ഞ ആഴ്ചയിൽ മാനന്തവാടിയിൽ എൻക്വയറിക്ക് വന്നിട്ടുണ്ടായിരുന്നു. പാലക്കാട് CCF ഉൾപ്പെടെ വന്നിട്ടുണ്ടായിരുന്നു. തണ്ണീർക്കുമ്മൻ മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് ഞാൻ യോഗത്തിൽ ദീപാ മാഡം ഇരിക്കുന്ന യോഗത്തിൽ വളരെ കർക്കശമായി പറഞ്ഞൊരു കാര്യമുണ്ട്, നിർദ്ദേശിച്ച കാര്യമുണ്ട്. കേരളം, കർണാടകം, തമിഴ്നാട് തമ്മിൽ യോജിച്ച ഒരു തീരുമാനം എടുക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. കാരണം അവിടുന്ന് കടന്നു വരുന്ന ആനയുടെ അവരുടെ ആ തരംഗങ്ങളെ പിടിച്ചെടുക്കാൻ വയനാട്ടിലെ ഫോറസ്റ്റുകാരോട് കഴിയത്തക്ക രൂപത്തിൽ സംവിധാനം ഉണ്ടാക്കണമെന്ന് പറഞ്ഞിരുന്നതാണ്. ഇല്ലെങ്കിൽ അപകടം സംഭവിക്കുമെന്ന് കേവലം സാധാരണ വിദ്യാഭ്യാസം മാത്രമല്ല ഞാനത് ചൂണ്ടിക്കാണിച്ചിരുന്നതാണ്. അത് ശ്രദ്ധിക്കാത്തൊരു ഭാഗമാണ് അജി ഇവിടെ കൊല്ലപ്പെട്ടത്. മറ്റു വിഷയം പറയാം. വൈൽഡ് ലൈഫിന്റെ പഠനവുമായി എൻ്റെ പരിമിത അറിവിലൊന്നും ഞാൻ പറയാം. ഇവിടെ പലരും പറയുന്നുണ്ട് കൺകറന്റ് ലിസ്റ്റിലാണ് അതുകൊണ്ട് കേരളത്തിലൊന്നും ചെയ്യാനുള്ളത്. തെറ്റായ ധാരണയാണ്. എന്താണ് കൺകറന്റ് ലിസ്റ്റ്? 72 വൈൽഡ് ലൈഫ് ആക്ട് വന്ന് 76 എനിക്ക് തോന്നുന്നു കൺകറന്റ് ലിസ്റ്റ് വരുന്നത്. സംസ്ഥാനങ്ങൾക്കും കേന്ദ്രത്തിനും സമാന അധികാരമുള്ള കൺകറന്റ് ലിസ്റ്റാണ്. എന്ന് പറഞ്ഞാൽ ഇതിന് തീരുമാനം എടുക്കാനുള്ള അധികാരം സംസ്ഥാനങ്ങൾക്കുണ്ട്. ആ കൺകറന്റ് ലിസ്റ്റ് വെച്ചിട്ടാണ് കാട്ടുപന്നിയെ വെടിവെച്ചു കൊല്ലാനുള്ള അധികാരം ആദ്യം DFI കൊടുക്കുകയും അതിനുശേഷം പഞ്ചായത്ത് പ്രസിഡന്റ് കൊടുത്തത്. എന്തുകൊണ്ട് അത്തരത്തിൽ ചിന്തിക്കാൻ കേരളത്തിലെ വനം വകുപ്പും ഭരണകർത്താക്കളും തയ്യാറാകുന്നില്ല? ഇന്നത്തെ ഭരണം മാത്രമല്ല, ഞങ്ങൾ വർഷങ്ങളെ ആവശ്യപ്പെടുന്നു. 40 വർഷമായി ഞാൻ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ്. ആയതുകൊണ്ട് ഈ നിയമം പരിഷ്കരിക്കുന്ന സമയത്ത് വൈൽഡ് ലൈഫ് ആക്ട് ഈ പറഞ്ഞിരിക്കുന്ന ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥന്മാർ ഒന്നും കൂടി വായിച്ചു നോക്കി പരിശോധിച്ചിട്ട് നടപടി സ്വീകരിക്കണമെന്നാണ് എനിക്കത് സംബന്ധിച്ച് പറയാനുള്ളത്. മറ്റൊന്നേന്ന് പറഞ്ഞ് ഇവിടെ ശ്രീ അശ്വിൻ പറഞ്ഞു, ഞങ്ങളൊക്കെ വർഷങ്ങളായി പറയുന്നതാണ് വയനാടിന്റെ വന്യമൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥ.
തകർന്ന് തരിപ്പണമായി 864 ചതുരശ്ര കിലോമീറ്ററിലെ വനമേഖലയിൽ 65% തേക്കും യൂക്കാലിയാണ്. തുള്ളി വെള്ളം വനത്തിനകത്തില്ല. വന്യമൃഗങ്ങൾ കുടിവെള്ളമില്ല. സെന്ന വർദ്ധിച്ചിരിക്കുന്നു. സെന്ന വർദ്ധിക്കുന്ന സമയത്ത് 2017 ഈ വിഷയം ഞാനാണ് ആദ്യമായി പുറത്തു കൊണ്ടുവരുന്നത്. നിയമസഭയിൽ ചർച്ച ചെയ്തു. ഇന്ന് വരെ അതിന് പരിഹാരം ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പോൾ വന്ന പരിഹാരം എന്താണ്? കുറച്ച് ഉദ്യോഗസ്ഥന്മാർ തീരുമാനിക്കുകയാണെങ്കിൽ നേരെ ചോട് ചെത്തി ഉടയ്ക്കാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇത്ര ശുദ്ധമായ വിവരക്കേട് പറഞ്ഞുകൊണ്ട് പണം നശിപ്പിക്കുന്ന രൂപത്തിലേക്ക് പോയിരിക്കുന്നത്. സെന്ന എന്ന് പറഞ്ഞാൽ 6000 വിത്ത് വരെ ഒരു സെന്നയിൽ നിന്ന് താഴെ വീഴും, 6000 കിളുക്കും. അതിന്റെ വേരെന്ന് പറഞ്ഞാൽ 10 അടി 15 അടി നീളം പോകുന്നതാണ്. തലയ്ക്ക് മുറിഞ്ഞു പോയാലും ചോട് മുറിഞ്ഞാൽ ആ വേരിൽ നിന്ന് കിളുത്തു വരും. അപ്രൂട്ടിംഗ് ആണ് പരിഹാരമുള്ളൂ. അത് അംഗീകരിക്കാൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ തയ്യാറാകുന്നില്ല. ഇതാണ് ഈ ചില ഫോറസ്റ്റ് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ, ചില സയന്റിസ്റ്റുകളാണ് ഇന്ന് ഈ വനത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഇപ്പോഴും എന്താണ് കേരള ഗവൺമെന്റും ഫോറസ്റ്റിന് ഉന്നത ഉദ്യോഗസ്ഥന്മാരും പറയുന്നത്, ഒരു വിഭാഗം പറയുന്നത് വനത്തെ റവന്യൂ വരുമാനമായിട്ട് ഉപയോഗിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളുടെ ശക്തമായ സമരത്തിന്റെ ഭാഗമായിട്ടാണ് ഏതാണ്ട് 10 വർഷമായി വയനാട്ടിനകത്ത് ഇനി ഒരു തേക്ക് നടാൻ പാടില്ല എന്നുള്ള തീരുമാനം അംഗീകരിപ്പിക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇപ്പോഴും ഞങ്ങൾ സമരത്തിന്റെ വക്കിലാണ് നിൽക്കുന്നത്. ഒരു കാരണവശാലും വനത്തെ റവന്യൂ വരുമാനത്തിൽ ഉപയോഗിക്കാൻ പാടില്ല. വനമായി സംരക്ഷിക്കപ്പെടണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വരും കാലങ്ങളിൽ അപകടം കൂടുമെന്ന് തർക്കമില്ല. ബഹുമാനപ്പെട്ട ഒയാർക്കേളു നിയമസഭയിൽ പറഞ്ഞ് ഞാൻ ശ്രദ്ധിച്ചു. വിദേശ രാജ്യങ്ങളിൽ ഭൂവിസ്തൃതിക്കനുസരിച്ച് വന്യമൃഗങ്ങളുടെ വർദ്ധനവ് നിയന്ത്രിക്കുന്നുണ്ട് എന്ന്. അല്ല, ശ്രീ ടി സി ജോസഫ്, ഈ ദൗത്യവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ ചോദിക്കുന്നത്, അതായത് ഒരു 3 ദിവസത്തോളം ആന അവിടെ തന്നെ നിൽക്കും. ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായി കഴിഞ്ഞാൽ ആന ആ ലൊക്കേഷനിൽ നിന്ന് പെട്ടെന്ന് പോവുകയില്ല. 3 ദിവസത്തോളം അവിടെ നിൽക്കും. അങ്ങനെ ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞു, അപ്പോൾ 1 ദിവസം കൂടി ഉണ്ട് എന്നുള്ള ഒരു വിലയിരുത്തലൊക്കെ നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ട്. അതൊക്കെ ആ കണക്കും വിലയിരുത്തലൊക്കെ ഫാക്ച്വലി ശരിയാണ് എന്ന് കരുതുന്നുണ്ടോ? 100% ശരിയല്ല. അത് കാരണം ഉണ്ടെങ്കിൽ ഒരാളെ ആന കൊന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മണിക്കൂറിൽ ആ പരിസരത്ത് ആന ചുറ്റിക്കിടക്കും. ആന മനുഷ്യനെ കൊന്നു കഴിഞ്ഞാൽ പ്രതികാരം കൂടുകയാണ് ചെയ്യുന്നത്, ഭയം കൂടുകയാണ് ചെയ്യുന്നത്. അതൊരു സത്യം തന്നെയാണ്. അതൊക്കെ ഞങ്ങൾക്ക് അനുഭവമുണ്ട്. അപ്പൊ അതല്ലാണ്ട് ഈ പ്രദേശത്ത് തന്നെ ആന നിൽക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇത് കർണാടകത്തിൽ വന്ന ആനയാണ്. മിക്കവാറും ആന കർണാടകത്തിലേക്ക് കടന്നുപോകും. ഞാൻ ഇന്നലെ വൈകുന്നേരം വരെ ഇവരോടൊപ്പം തന്നെ ഉണ്ട്. ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു വിവരം, കാട്ടിനകത്ത് കയറാൻ കഴിഞ്ഞാൽ വിവരം കിട്ടുന്ന കുങ്കിയാനെ കാണുന്ന സമയത്ത് ആന ശരവേഗം പായുകയാണ് ചെയ്യുന്നത്. ഒരിക്കൽ മയക്കുവെടി വെച്ച പിടിക്കപ്പെട്ട ആന അതിന്റെ അനുഭവം ഉള്ളത് കൊണ്ട് കുങ്കിയാനെ കാണുന്ന സമയത്ത് പാഞ്ഞു മാറും. മനുഷ്യനെ കാണുമ്പോൾ അത് പാഞ്ഞ് അടുക്കുകയും ചെയ്യുകയാണ്. ഈ സാഹചര്യം നിലനിൽക്കുകയാണ്. തികഞ്ഞ ലൻഡാനെയും ജൂപ്പിറ്ററേയും കടന്നു നിൽക്കുന്ന കൊടും കാടിനകത്താണ് ഈ ദൗത്യമായി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ പോകുന്നത്. അവർക്കും ജീവൻ മനുഷ്യരാണ്. ഒരു വെടിവെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അശ്വൻ സൂചിപ്പിച്ചവർ തന്നെ അനുഭവങ്ങൾ ധാരാളം നമുക്കറിയാം. ആയതുകൊണ്ട് കുങ്കിയാനയുടെ പുറത്തുനിന്ന് മാത്രമേ ഇതിനെ മയക്കുവെടി വെക്കാൻ വേണ്ടി കഴിയുള്ളൂ. മയക്കുവെടി വെക്കുന്ന തന്നെ റോഡ് സൗകര്യം വേണം, അതിനെ അവിടുന്ന് വണ്ടിയിൽ കയറ്റാനുള്ള സൗകര്യങ്ങൾ വേണം. ഈ സൗകര്യങ്ങളൊക്കെ പരിഗണിച്ച് മാത്രമേ അതിനെ വെടിവെക്കാൻ വേണ്ടി കഴിയുള്ളൂ. എന്തെങ്കിലും സംഭവിച്ചു പോയാൽ എന്താണ് ഈ തിരുവനന്തപുരത്തേക്ക് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ആരുടെ പേരിലാണ് നടപടി സ്വീകരിക്കുന്നത്? ഈ താഴെ വെടിവെക്കാൻ പോയ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ DFOയുടെ പേരിലേക്ക് നടപടി സ്വീകരിക്കാൻ പോകുന്നത്. അതാണ് തണ്ണീർക്കൊമ്പൻ ചത്തു കഴിഞ്ഞപ്പോൾ. അതായത് ഞാൻ ശ്രീ ടി സി ജോസഫ്, നമ്മൾ ഈ അപകടം നടന്നതിന് ശേഷം അല്ലെങ്കിൽ ഇങ്ങനൊരു ദുരന്തം വന്നതിന് ശേഷമുള്ള ഒരു വിഷയം പറയുമ്പോഴും ഈ കേന്ദ്ര സർക്കാരുമായിട്ടൊക്കെ സഹകരിച്ചുകൊണ്ട് അന്തർസംസ്ഥാന ഇപ്പൊ കർണാടകവുമായിട്ട് സഹകരിച്ചുകൊണ്ട് അങ്ങനെ പക്ഷേ ആ രീതിയിൽ എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും? നമ്മുടെ ആ നിയമങ്ങളെല്ലാം വലിയ രീതിയിൽ തടസ്സമായിട്ട് നിൽക്കുകയല്ലേ സ്വാഭാവികമായിട്ടും. അതായത് നിയമം പരിഷ്കരിച്ച് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി വരുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും കൂടുതൽ അപകടങ്ങളും ദുരന്തങ്ങളും ഒക്കെ നടന്നു കഴിഞ്ഞിട്ടുണ്ടാകും. അന്തർ സംസ്ഥാന തീരുമാനമെടുക്കുന്നതിന് ഒരു കേന്ദ്രത്തിന് അനുവാദം വേണ്ട. കേരളവും കർണാടകവും തമിഴ്നാടും ധാരണ ഉണ്ടാക്കുന്നതിന് വേണ്ടി ആ ഏകോപനമില്ലായ്മയുണ്ട് എന്ന് പ്രതിപക്ഷം പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഏകോപനമില്ലായ്മ ഉണ്ടെന്നാണ് അല്പം മുൻപ് ടി സിദ്ദിഖ് MLA ആരോപിച്ചത്. അങ്ങനെ ഒരു കർണാടകവുമായിട്ട് ഈ വിഷയത്തിനകത്തൊരു ഏകോപനമില്ലായ്മ നടക്കുന്നു. അതാണ് ഈ അജിയുടെ മരണത്തിലേക്ക് തന്നെ എത്തിയത്. അല്ലെങ്കിൽ ഈ ആന എത്തിയ സമയത്ത് തന്നെ ആ ഒരു ഉത്തരവിലേക്ക് കടക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. അത് താങ്കൾ അനുകൂലിക്കുന്നു? തീർച്ചയായിട്ടും. കാരണം ഈ ആന തണ്ണീർക്കൊമ്പനെ വന്ന സമയത്ത് തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് 3 ആനകൾ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. അത് ഞങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നു. പക്ഷേ അതിന്റെ റേഡിയോ സിഗ്നൽ ഇവർക്ക് കിട്ടുന്നത് അരമണിക്കൂറിനും 1 മണിക്കൂറിന് ശേഷമാണ് നമുക്ക് കിട്ടുന്നുള്ളൂ. എന്തുകൊണ്ട് കർണാടക ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ വേണ്ടി കഴിയുന്നില്ല? ഇതിനകത്ത് കർണാടക ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നമ്മൾ സഹകരിക്കുന്നില്ല എന്നുള്ള ഏറ്റവും വലിയ ഒരു പരാതി കൂടിയുണ്ട്. കർണാടകത്തിൽ നിന്ന് മയക്കുവെടിച്ച് പിടിച്ചിരുന്ന ആനകളെയും കടുവകളെയും നമ്മുടെ വനാന്തരത്തിൽ കൊണ്ട് വിട്ടിരുന്നു എന്നുള്ള തെളിവുകൾ ഞങ്ങൾക്ക് മുമ്പുണ്ട്. അതിനുശേഷം ഇവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ശക്തമായി ഇടപെട്ടതിന് ശേഷമാണ് കുറച്ചൊക്കെ മാറ്റം വന്നിരിക്കുന്നത്. ഇപ്പോഴും അത്തരത്തിലുണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അത്തരം അതൊരു വലിയ പോയിന്റ്. അതായത് കർണാടക സർക്കാർ ഈ വിഷയത്തിനകത്ത് വളരെ പാസീവായിട്ട് നിൽക്കുകയാണ്, സഹകരണമില്ല. അതുകൊണ്ട് തന്നെ ഉൾക്കാട്ടിലേക്ക് കടന്നാൽ മയക്കുവെടി വെക്കില്ല എന്നൊരു നിലപാടും കർണാടക സർക്കാർ ഓൾറെഡി എടുത്തിട്ടുണ്ട്. അത് തന്നെയാണ് വലിയ ഒരു വെല്ലുവിളിയായിട്ട് മുന്നിൽ നിൽക്കുന്നത്. ഇത് ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല കർണാടകം ഈ നിലപാടെടുക്കുന്നത്, അല്ലേ?
ശ്രീ ടി സി ജോസഫ്, ഹലോ, കേൾക്കുന്നുണ്ടല്ലോ? ഞാൻ ചോദിക്കുന്നത്, കർണാടകം ഇങ്ങനെ മുഖം തിരിഞ്ഞു നിൽക്കുന്ന നിലപാട് ഇതാദ്യമായിട്ടല്ല എടുക്കുന്നത്, അല്ലേ? അല്ലല്ല, ഇതിന് മുമ്പ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, കർണാടകത്തിൽ നിന്ന് പിടിക്കുന്ന മയക്കുപിടിക്കുന്ന കടുവകളെ നമ്മുടെ അതിർത്തിയിൽ കൊണ്ട് വിടുന്നുണ്ട്. അത് പിന്നീടുള്ള കുറച്ച് മാറ്റം വന്നിരിക്കുന്നത്. കർണാടകത്തിലെ കടുവകളാണ് അധികം ഇങ്ങോട്ട് വന്നത്. 10 വയസ്സിന് ശേഷമാണ് പ്രായാധിക്യം കൊണ്ട് പരിക്കുപറ്റിയ കടുവകളുടെ പുറത്തേക്ക് വരുന്നത്. അവരെ മാർക്ക് ചെയ്തിരിക്കുന്നത് കേരള ഫോറസ്റ്റുകാർ കൊടുക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. അതും ഇവിടെ പിടിച്ചിക്കപ്പെട്ടതിന് ശേഷമോ അതല്ലെങ്കിൽ ഇവിടുത്തെ ക്യാമറയിൽ പതിഞ്ഞതിന് ശേഷം അവരോട് ചോദിക്കുകയാണ് ചെയ്യുന്നത്, ഇത് നിങ്ങളുടെ കടുവയാണോ എന്ന് പറഞ്ഞിട്ട്. മനുഷ്യന്റെ കൈയുടെ തമ്പുംപ്രഷം പോലെ തന്നെ കടുവയുടെ ശരീരത്തിൽ ഒരു കടുവയുടെ വര മറ്റൊന്നുണ്ടാകില്ല. അത് ഇങ്ങോട്ട് പരസ്പരം കൊടുക്കാനുള്ള ധാരണ ഉണ്ടായിരുന്നുവെങ്കിൽ പലപ്പോഴും നമുക്ക് മുൻകൂട്ടി അത്തരം കടുവകളെ കടുവകളെ തിരിച്ചറിയാമായിരുന്നു. അത്തരത്തിലുള്ള ആനകളുടെ വിഷയമുണ്ട്. ഏകോപനം വേണമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ വനം എല്ലായുടെ കാര്യത്തിലായാലും ശരി, ഏത് കാര്യത്തിലും ഏകോപനം ഉണ്ടാവണം. റൈറ്റ്, ഞാൻ തിരികെ എത്താം. ശ്രീ ടി സി ജോസഫ്, അശ്വിൻ വടകരയിലേക്ക്. അശ്വിൻ, ഇതൊരു ബാലൻസിങ്ങിന് ഞാൻ ചോദിക്കുന്നത്, ഇതൊരു ബാലൻസിങ്ങിനെ കുറിച്ചാണ് സംസാരിച്ചു വരേണ്ടത്. വളരെ പ്രധാനമായിട്ടും അങ്ങനെ ഒരു ബാലൻസിങ് അത്യന്താപേക്ഷിതമാണ്. മനുഷ്യനും ജീവിക്കണം, മൃഗങ്ങൾക്കും ജീവിക്കണം. പക്ഷേ ആ ഘട്ടത്തിലേക്ക് കടക്കാൻ കഴിയാത്ത രീതിയിൽ ഭരണകൂടങ്ങൾ തമ്മിൽ ഒരു ഏകോപനമില്ലായ്മ നടക്കുക സ്വാഭാവികമായിട്ടും നിങ്ങളെപ്പോലെ പരിസ്ഥിതി സംരക്ഷകരായിട്ട് നിൽക്കുന്ന ആൾക്കാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയായിരിക്കും. പ്രത്യേകിച്ച് ഇതിനകത്തൊരു സൊല്യൂഷൻ പോലും കണ്ടെത്താവാത്ത രീതിയിലുള്ള ഒരു വെല്ലുവിളിയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും ഈ സമയത്ത്, അല്ലേ? ഇത്തരം അവസരങ്ങളിൽ എത്തിച്ചിട്ടുണ്ട് കുറെ ആളുകൾ. കാരണം ഹലോ, കേൾക്കാം? കേൾക്കാം. ചെറിയൊരു സാങ്കേതിക തടസ്സം ഉണ്ടെന്ന് തോന്നുന്നു ഓഡിയോയിൽ. അശ്വിൻ, ഇപ്പൊ ക്ലിയർ ആണോ? കേൾക്കാം, പറഞ്ഞോളൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ നീലഗിരി ബയോസ്ഫിയറിൽ വരുന്ന തമിഴ്നാട്, കേരളം, കർണാടക ഈ 3 സംസ്ഥാനങ്ങളിലെയും ഈ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന റേഞ്ചുകളിലെ ഉദ്യോഗസ്ഥർ തമ്മിൽ ഒരു കൺസോർഷ്യം ഉണ്ടായാൽ മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവുള്ളൂ. കാരണം ഇന്ന് മുതുമല ഭാഗത്തുള്ള ഒരു ആനയെ അവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവർ ഓടിച്ചു വിട്ടാൽ അത് തിരിച്ചു വരുന്നത് അശ്വിൻ, ഓഡിയോ മ്യൂട്ടാണെന്നാണ് തോന്നുന്നത്. അശ്വിൻ, ഒന്ന് പരിശോധിക്കാമോ? ഓഡിയോ മ്യൂട്ടാണ്. ഒന്നും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥ വരും. ഓക്കെ, തുടരാം. അതായത് ഈ നീലഗിരി ബയോസ്ഫിയറിൽ 3 സംസ്ഥാനങ്ങൾ വരുന്നത് കൊണ്ടും ഈ 3 സംസ്ഥാനങ്ങളിലെ വനങ്ങളിലൂടെ മൃഗങ്ങൾ സഞ്ചരിക്കുന്നത് കൊണ്ടും ഈ 3 സംസ്ഥാനങ്ങളിലെയും ഈ വനാതിർത്തിയോട് ചേർന്ന റേഞ്ചുകളിലെ ഉണ്ടാക്കിയില്ല എങ്കിൽ ഇത്തരത്തിലുള്ള വന്യജീവികളുടെ പ്രസൻസ് കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടായിട്ട് മാറും. നിലവില് ഇത്തരത്തിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഈ എന്താ പറയാ ഈ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു ചെറിയ വിഷയത്തിൽ പോലും ഒരു വ്യക്തത വരുത്താൻ സാധിക്കാത്തൊരു അന്തരീക്ഷം ഉള്ളത്. അത് വളരെ വലിയ പ്രത്യാഘാതമാണ് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്നത്. കാരണം എപ്പോഴും വേണമെങ്കിലും ജീവികൾ ഇറങ്ങി വരാം. അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന ഒരു കുട്ടി, അല്ലെങ്കിൽ ഒരു കൃഷിക്കാരൻ, പാല് കൊടുക്കാൻ രാവിലെ പോകുന്ന ആള്, ഇവർക്കൊക്കെ സമാധാനമായിട്ട് ജീവിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കണം. അത് നമ്മുടെ ഒരു ഭരണകൂടത്തിന്റെ ഓക്കെ, റൈറ്റ്. അശ്വിൻ വടകരൊപ്പം ടി സി ജോസഫുമാണ് സംസാരിച്ചത്. ഏതായാലും ഇതിനകത്ത് ശാശ്വത പരിഹാരം കണ്ടെത്താൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുമെല്ലാം ഉയർക്കുന്ന സ്ഥലം MLA അടക്കം ആവശ്യപ്പെട്ടിരിക്കുന്നത് നിയമസഭയിൽ നിന്ന് ഇതിനൊരു ശാശ്വത പരിഹാരമാണ്. വീണ്ടും ജീവൻ എടുക്കുന്ന രീതിയിലേക്ക് വന്യജീവി ശല്യം പോകുമ്പോൾ ഇതിന്റെ ബാലൻസിങ് ഏത് രീതിയിൽ കണ്ടെത്താൻ കഴിയുമെന്ന് പറയുമ്പോൾ ആശ്രിതർക്ക്, മരിച്ച അയാളുടെ ആശ്രിതർക്ക് കൂടുതൽ ജോലി അടക്കം ഉള്ള കൂടുതൽ നഷ്ടപരിഹാരങ്ങളിലേക്ക് സർക്കാർ കടക്കുന്നു എന്നുള്ള വിവരമുണ്ട്. ഏതായാലും ഉന്നതതല യോഗം മുഖ്യമന്ത്രി വിളിച്ചിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങളെല്ലാം വരും മണിക്കൂറുകളിൽ വ്യക്തമാകുകയും ചെയ്യും. ന്യൂസ് ട്രെൻഡ്സ് തുടരും ഇടവേളയ്ക്ക് ശേഷം.